യോഗസൂത്രത്തിലെ 3-ാം പാദമായിട്ടുള്ള വിഭൂതിപാദമാണ് വിഷയം ആയിട്ട് വരുന്നത്. വിഭൂതി എന്ന് പറഞ്ഞാൽ സിദ്ധികളാണ്. അപ്പൊ ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ സൂത്രത്തിലെ 4 പാദത്തിലെ ആദ്യത്തെ 2 പാദം യോഗവീതിയും പിന്നത്തെ 2 പാദം ജ്ഞാനവീതിയുമാണ്. ജ്ഞാനനിർണയത്തിൽ എങ്ങനെ എത്തി എന്നതും കൂടി വിശദീകരിക്കാം. നമ്മുടെ ദർശന പാരമ്പര്യം അനുസരിച്ച് ഒരു തീരുമാനം എത്തുന്നതിന് കൃത്യമായ പ്രമാണങ്ങളാണ്. അപ്പോൾ യോഗപ്രമാണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രത്യക്ഷം, അനുമാനം, ആഗമം. ഇത് 3 ചിത്തത്തിൻ്റെ വൃത്തികളാണ് ഇതാണ്. അപ്പോൾ വൃത്തികൾ നിരോധിക്കുന്ന കൂട്ടത്തിൽ പ്രമാണം എന്നു പേരുള്ള വൃത്തിയും നിരോധിക്കപ്പെടും. അങ്ങനെ നിരോധിക്കപ്പെടുന്ന അവസ്ഥയിൽ പ്രമാണങ്ങളില്ലാതെ നമ്മൾ മുൻപോട്ട് പോകണമെന്നോ വേണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമ്മൾ ഒരു സൂത്രഗ്രന്ഥം വിചാരം ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പം യോഗവീതി കഴിഞ്ഞ് ജ്ഞാനവീതിയുടെ പടിവാതിൽ എത്തി നിൽക്കുകയാണ്. ചിത്തത്തിൻ്റെ വൃത്തികളൊക്കെ അടങ്ങി. ഇനി ഇന്നലെ ദർശനത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകൃതിയുടെ ഓരോ വശങ്ങളെയും നേരിട്ട് അറിയാൻ പോവുകയാണ്. ആ അറിയാൻ പോകുന്ന അവസ്ഥ ആരംഭിക്കുന്നത് സിദ്ധി ലഭിക്കുന്ന ഒരു ഘട്ടം മുതൽക്കാണ്. അപ്പൊ എന്താണ് സിദ്ധി എന്നത് വിശകലനം ചെയ്യാനാവും, വിശദമായിട്ട് സംസാരിക്കാം. എന്തുകൊണ്ടാണ് വിശദമായി സംസാരിക്കുന്നത് വെച്ചാൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അപകടം എന്താ കാര്യം വെച്ചാൽ യോഗിക്ക് അഹങ്കാരം വർദ്ധിക്കും. ഇനി അഹങ്കാരം വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചാലും ആളുകൾ സമ്മതിക്കില്ല. കണ്ടാലപ്പ താല്പര്യം കൂടുതൽ. പിന്നെ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചു കളയും. ഈ ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടുന്ന യോഗിയും തമ്മിൽ ഒരു നിസ്സാരമായ വ്യത്യാസങ്ങളൊന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് സിദ്ധികളിൽ ഭ്രമിക്കാൻ പാടില്ല. പ്രമാണം എന്ന വൃത്തി നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആ അറിയുന്ന യോഗിയുടെ സിദ്ധിയെ ഋതംഭര പ്രജ്ഞ എന്നാണ് പറയുന്നത്. എഴുതണം. ഋതംഭര പ്രജ്ഞ. ഈ ഋതംഭര പ്രജ്ഞ എന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ അറിവുകളും നമുക്ക് മുമ്പിൽ പ്രമാണങ്ങളുടെ സഹായമില്ലാതെ അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ സ്റ്റേജിൽ അങ്ങോട്ട് നമ്മൾ ജ്ഞാനപാദത്തിൻ്റെ ആരംഭമാണ്. എന്നിരുന്നാലും വിഭൂതിവാദം ആരംഭിക്കുന്നത് അന്തരംഗ സാധനയോടുകൂടിയാണ്. അന്തരംഗ സാധന എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ബഹിരംഗ സാധനയും കൂടെയുണ്ട്. യോഗത്തിൻ്റെ 8 അംഗങ്ങളിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം ഇവയെ 5നെയാണ് ബഹിരംഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ചർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ പറയാൻ എനിക്കത് പൂർണ്ണമായിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എത്ര നിരീക്ഷിച്ചിട്ടും വിശകലനം ചെയ്തിട്ടും ആസനം, പ്രാണായാമം, പ്രത്യാഹാരം കുട്ടികളെയാണ്. ധ്യാനം, ധാരണ, പിന്നെ വല്ലപ്പോഴും എത്തിപ്പെടുന്ന സമാധി എന്ന ഈ 5 അവസ്ഥകളെ
എവിടെ വെച്ചിട്ടാണ് നമ്മൾ വേർതിരിക്കുക? സാധകന്മാരായതുകൊണ്ട് പറയുന്ന പെട്ടെന്ന് ഉൾക്കൊള്ളാനും ചർച്ച ചെയ്യാൻ സാധിക്കും. മറുത്തുള്ള ഒരഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയണം. ഈ 5 ചേർത്ത് വെച്ചിട്ട് കൃത്യമായ അതിർവരമ്പിട്ട് നമ്മൾ എവിടെ വെച്ചാണ് വേർതിരിക്കുക? ആസനം എന്ന് പറയുമ്പോൾ ആസനത്തിൽ ധ്യാനമുണ്ട്, ധാരണയുണ്ട്, സമാധിയുണ്ട്. പ്രാണായാമത്തിലേക്ക് വരുമ്പോൾ ആസനത്തിലിരുന്ന് പ്രാണായാമം എന്ന് പറഞ്ഞ് നമ്മുടെ വിദ്യയിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നത്. അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടം ആയിട്ടാണ് ധാരണ ധ്യാനത്തിലേക്കും, ധ്യാനം ധാരണയിലേക്കും, ധാരണ സമാധിയിലേക്കും പോകുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ പറഞ്ഞ രീതിയിൽ പറയാനും നിർവാഹമുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഗ്രന്ഥപ്രമാണങ്ങളെ ആശ്രയിക്കുമ്പോൾ സ്വന്തം അനുഭവങ്ങളുമായി മാറ്റിവെച്ച് നോക്കിയിട്ട് തൻ്റെ ബോധ്യത്തെ മാത്രം സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, യോഗസൂത്രം ഒരു അന്തസാര ഗ്രന്ഥമാണ്. ആ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് വേണം ഇനിയെല്ലാം മുഴുവനായിട്ടും ഇനി പ്രത്യേകിച്ചും നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇന്നലെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഗുരുകുലക്രമത്തിൽ ധ്യാനം, ധാരണ, സമാധിയാണ്. ഗ്രന്ഥക്രമത്തിൽ കാണുന്നത് ധാരണ, ധ്യാനം, സമാധിയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗുരുകുലക്രമം തന്നെയാണ് ഇവിടെ തുടരാൻ ഉദ്ദേശിക്കുന്നത്. ധ്യാനം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ടാണ് എല്ലാ ആളുകളും പറയുന്നത്. ഇപ്പൊ നമുക്ക് അംശവിദ്യയുണ്ട് എന്നറിയുന്ന ആളുകൾ, ധ്യാനത്തെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത ആളുകൾ പറയാറുണ്ട്, എനിക്ക് ധ്യാനിക്കാൻ പറ്റാറില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ സന്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി ഞാനതിന് സ്വീകരിക്കുന്ന നിലപാട്, എന്താണ് ജോലി എന്ന് ചോദിക്കും. ഞാൻ ഡ്രൈവറാണ്, അല്ലെങ്കിൽ അധ്യാപകനാണ്, അല്ലെങ്കിൽ ക്ലർക്കാണ്. അപ്പൊ തിരിച്ചങ്ങോട്ട് ചോദിക്കും, നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധക്കുറവ് കൊണ്ട് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ട് നടപടികൾ നേരിട്ടിട്ടുണ്ടോ? ഡ്രൈവറോട് ചോദിക്കാം, അപകടത്തിൽപ്പെട്ടിട്ട് ഉള്ള കേസിൽ കുടുങ്ങിയെന്ന് ചോദിക്കാം. ഉദ്യോഗസ്ഥന്മാരാകുമ്പം ചെയ്യുന്ന ജോലിയിൽ ഏകാഗ്രത കുറവുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പ്ലെയിനായിട്ട് ഇല്ല എന്നാണ് പറയുക. ഡ്രൈവർമാരെ സംബന്ധിച്ച് ആക്സിഡന്റ് അല്ലാതെ വന്നുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ധ്യാനിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ആളും കൂടി ബോധപൂർവമല്ലാതെ ധ്യാന പ്രക്രിയയിലാണ്. നമ്മൾ പിന്നെ കുറച്ചും കൂടി ഓരോരോ റേഞ്ചായിട്ട് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് വരുമ്പോൾ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളും ആയിരക്കണക്കിന് ഗ്രഹങ്ങളുമുള്ള ഈ പ്രപഞ്ചത്തിൽ ഈ കൂട്ടിയിലേക്ക് സംഭവിക്കാറുണ്ട്. ഇല്ലല്ലോ, വല്ലപ്പോഴും വല്ല കൂട്ടുകളെ വന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും അറിഞ്ഞു പോകുമല്ലാലും. അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ധ്യാനപൂരിതമാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാത്തിനും ധ്യാനമുണ്ട്. അപ്പൊ നമ്മളിലിരിക്കുന്ന ധ്യാനത്തെ കണ്ടെത്തുക മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഈ ധ്യാനത്തെ കണ്ടെത്തുവാനുള്ള ഒരു ടൂൾ ആണ് അംശവിദ്യ. ധ്യാനിക്കേണ്ട ആദ്യത്തെ ടൂൾ മനസ്സാണ്. മനസ്സിൻ്റെ ഈ വാനര സ്വഭാവമാണ് ധ്യാനത്തിന് തടസ്സം നിൽക്കുന്നത്. ആ വാനര സ്വഭാവത്തെ നിയന്ത്രിച്ച് നമ്മുടെ ഉദ്യമം ഒന്നുകൂടി സുഖകരമാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ധ്യാനത്തെ ആ അർത്ഥത്തിൽ പതഞ്ജലി മഹർഷി നിർവഹിച്ചിരിക്കുന്നത് തത്ര എന്ന് പറഞ്ഞാൽ ധാരണയ്ക്ക് ശേഷമാണ് വരുന്നത്. തത്ര ശരിക്ക് ഗ്രന്ഥനിയമപ്രകാരം ധാരണയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗുരുകുലക്രമം പറയുന്നത് കൊണ്ട് ആദ്യം ഇത് പറയാം. പ്രത്യേകദാനത ധ്യാനം, പ്രത്യേകങ്ങളുമായിട്ടുള്ള ഏകദാനതയാണ്, സമരസമാണ് ധ്യാനം. ബാഹ്യപ്രകൃതിയിൽ നമ്മൾ നേരത്തെ പോലെ നക്ഷത്രങ്ങളും ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളും കാലാവസ്ഥയും ഋതുഭേദങ്ങളും ഒക്കെ ഈ പ്രത്യയങ്ങളായിട്ട് കാണണം. ആ പ്രത്യയങ്ങൾ തമ്മിൽ വരുന്ന ഒരു സമരസമുണ്ട്.
ഈ സന്ദർഭത്തെയാണ് ധ്യാനം എന്ന് പറയുന്നത്. സാധനയിൽ നമുക്ക് പ്രത്യേകം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ടൂൾസാണ് ഒന്നൊഴികെ ഉള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ടൂളാണ്, അകത്തുള്ള ടൂളാണ്. ഈ പുറത്തുനിന്ന് നടത്തി കെട്ടുന്ന ഈ ടൂൾ എന്ന് പറയുന്നത് മന്ത്രദീക്ഷ മാത്രമാണ്. ഇനിയിപ്പം നമ്മളിപ്പം ഒരു വലിയൊരു പാറ അല്ലെങ്കിൽ മരക്കഷ്ണം തള്ളി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ധാരാളം ടൂളുകളുണ്ട്, 2-3 ടൂളുകൾ ധരിക്കാം. അതിൽ ബലവാനായ ഒരുത്തനും വന്നിട്ട് എനിക്ക് ഈ 2-3 ഒറ്റൊന്നും മതി എന്ന് പറഞ്ഞ് വളരെ അനായാസം ആ ഉത്തോലകം വെച്ചിട്ട് ആ പാറയെല്ലാം മരത്തെ നിൽക്കുമെന്ന് വിചാരിക്കാം. അതുപോലെ അവനവൻ്റെ സാധന ഫലത്തിന് ചേരുന്ന രീതിയിൽ ടൂളുകൾ തിരഞ്ഞെടുത്താൽ മതി. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സാധനയിലെ സകലം നിഷ്കളം എന്ന മാർഗത്തെക്കുറിച്ച് പറയാറുണ്ട്. സകലം എന്ന് പറയുമ്പോൾ ഈ ടൂളുകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയും, നിഷ്കളം എന്ന് പറയുന്നത് ടൂളുകളുടെ എണ്ണം, വിശിഷ്യ മന്ത്രം, അതിൻ്റെ അഭാവത്തിൽ നാം ചെയ്യുന്ന ഉപാസനയുമാണ്. അപ്പം മന്ത്രം എന്ന് പറഞ്ഞ ടൂളിന് അത് ഉപയോഗിക്കേണ്ട വിധിപ്രകാരം, ഹംസസംഹൃത വിധിപ്രകാരം കൃത്യമായി ധ്യാനപൂരിതമായ രീതിയിൽ ശ്വാസത്തോടും പ്രശ്വാസത്തോടും ചേർത്ത് വെച്ചുകൊണ്ടേയിരിക്കുക. അത് ധ്യാനമാണ്. നമ്മൾ എന്ത് പ്രവൃത്തിയായാലും അതിനോട് ആസ്വാദനം ഉണ്ടെങ്കിൽ ആണ് അത് സമ്പൂർണ്ണ വിജയം നേടുന്നത്. ഇതിന് നമ്മൾ ആ ഒരു മനസ്ഥിതി സൂക്ഷിക്കണം. ഈ മനസ്സിൽ അങ്ങനെ സന്തോഷത്തോടുകൂടി സന്തുഷ്ടത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ തരുന്ന ഫലങ്ങൾ വളരെ വലുതാണ്. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കനത്ത പൈസ കൊടുത്ത് 2-3 ദിവസമൊക്കെ പലരും ക്യാമ്പുകളിൽ പോയിട്ടുണ്ടാവും. ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യോഗത്തിലെ ഈ ഒരു ലളിതമായ ടെക്നിക്ക് മാത്രമാണ്. അറിഞ്ഞ് ചെയ്യുക, അറിഞ്ഞ് അനുഭവിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴായാലും, അല്ലെങ്കിൽ പുസ്തകം വായിക്കുമ്പോഴായാലും, സാധന ചെയ്യുമ്പോഴായാലും, സംസാരിക്കുമ്പോഴും, കാണുമ്പോഴായാലും, കേൾക്കുമ്പോഴായാലും ബോധത്തോടു കൂടി അറിഞ്ഞ് ചെയ്യുക. അങ്ങനെ അറിവിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ തന്നെ മനസ്സിൻ്റെ വാനര സ്വഭാവം ഘട്ടം ഘട്ടമായി കുറയാൻ തുടങ്ങും. ആദ്യമൊക്കെ ചാടിപ്പോകും, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിരന്തരമായി ഈ ചാടിപ്പോകുന്ന ആ സമയത്ത്, ആ കാലത്തെ കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ധ്യാനം എന്ന പ്രക്രിയയിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ ഏത് സമയത്താണ് ഈ കുരങ്ങൻ ചാടിപ്പോകുന്നത് എന്ന് നമ്മൾ ബോധവാനായിരിക്കുക. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിച്ച് ആനന്ദിച്ച് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ചാടിപ്പോകുന്ന മനസ്സിനെ വീണ്ടും പ്രാണനിലും അപാനിലും ഹംസമന്ത്രത്തിലും ചേർത്ത് അങ്ങനെ ലയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാൽമീകിയുടെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാൽമീകി രാമന്റെ മന്ത്രം ജപിച്ചു, എന്നിട്ട് രാമായണം എഴുതി. ഇതൊക്കെയാണ് ഇപ്പം പ്രചാരത്തിൽ നടപ്പുള്ള കാര്യങ്ങൾ. കാലഗണനയെ നമ്മൾ പരിശോധിക്കുമ്പം രാമൻ എന്ന ഈ കഥാപാത്രത്തിൻ്റെ ജനനത്തിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് രത്നാകരൻ എന്ന കാട്ടാളന് വാൽമീകിയാകുന്ന തരത്തിലുള്ള ഈ മന്ത്രത്തെ സപ്തർഷികൾ ഉപദേശിച്ചത് എന്ന് കാണാം. 1-2 പുരാണങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പാഠഭേദത്തോടുകൂടി വാൽമീകിയുടെ രത്നാകരൻ്റെ കഥയുണ്ട്. രത്നാകരൻ്റെ അടുത്ത് പോയിട്ട് യോഗസൂത്രത്തെക്കുറിച്ച് അന്നുണ്ടെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ധ്യാനത്തിന് യോഗത്തിൻ്റെ ചിട്ടകളെക്കുറിച്ച് ഒന്നും ഒരു ഉദ്ബോധനവും സപ്തർഷികളും കൊടുത്തിട്ടില്ല. ഒരു കാട്ടാളൻ വന്ന് സ്വയം മാറാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആ മാറ്റത്തിൻ്റെ ഒരു സ്പാർക്ക് കൊടുത്തിട്ടുള്ളൂ. അവിടെ നിന്നാണ് ഇദ്ദേഹം രൂപപ്പെട്ട് വലിയ ജ്ഞാനിയായി മാറിയത്. ഈ കഥ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളോട് ആശയ വ്യത്യാസം പ്രകടിപ്പിക്കാൻ വേണ്ടി ചിലർ പറയുമോ അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണനായിരുന്നു അത് പറയും. ആയിക്കോട്ടെ, നമ്മൾ കർമ്മബ്രാഹ്മണനല്ലേ തേടുന്നത്.
കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ വാസന ഉണ്ടായിരുന്നെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള വാസന കഴിഞ്ഞ ജന്മത്തിൽ ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊള്ളക്കാരനായി മാറില്ല എന്നുള്ളതിന് നമ്മുടെ കയ്യിലുള്ള പ്രമാണ യോഗസൂത്രം തന്നെയാണ്. അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അതിനെ അർഹിക്കുന്ന അവഗണനയോടുകൂടി കളഞ്ഞേക്കാണ്. സംസ്കൃതം പഠിക്കാതെ ഈ രത്നാകരന്റെ നിരക്ഷരതയെ സൂചിപ്പിക്കാൻ വേണ്ടി പുരാണത്തിൽ പറയുന്ന കഥ, രാമൻ എന്ന നാമം പോലും ഉച്ചരിക്കാൻ നാക്കുകൊണ്ട് വയ്യാതെ വന്നപ്പം ആമരം ഈമരം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് ധാരാളം പാഠഭേദങ്ങൾ ഈ കഥകളിൽ കാണുന്നുണ്ട്. എന്തായാലും കാട്ടിൽ കഴിഞ്ഞിരുന്ന പക്ഷിമൃഗാദികളെ വേട്ടയാടി ജീവിച്ചിരുന്ന ഈ കാട്ടാളൻ സമ്പൂർണ്ണ നിരക്ഷരനായിരുന്നു എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നമുക്കെത്താം. ഈ നിരക്ഷരനായുള്ള കാട്ടാളൻ ഞാനിതാ മാറാൻ തയ്യാറാണ് എന്ന് സപ്തർഷികളുടെ മുമ്പാകെ അറിയിച്ചപ്പോൾ ഈ സാധനയുടെ ഒരു നേരത്തെ തരി, ഒരു നേരത്തെ സ്ഫുലിംഗം അങ്ങോട്ട് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തു. എന്താണോ പറഞ്ഞത് മുൻപിൻ നോക്കാതെ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു. അധികം കാലമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായി. ജ്ഞാനമുണ്ടായി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ ഒഴുകിപ്പോയി. അല്ലാതെ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു. അതല്ലാണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ കുടിമര ചോട്ടിൽ വെച്ച് അദ്ദേഹം വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ധൂമത്വത്തിൽ ഇങ്ങനെ അമർത്തി, ഇതൊന്നും സംഭവിക്കുമല്ലോ എന്നുള്ള വേറെ വിഷയം എനിക്കറിയില്ല, ഞാൻ പറയാം. എന്തായാലും നമ്മുടെ മാർഗത്തിൽ അത് സ്വീകാര്യമല്ല. ഇന്നലെ ആരംഭത്തിൽ തന്നെ ഞാൻ പറയാം, നമ്മളൊക്കെ ശാസ്ത്രകാരന്മാരും ശാസ്ത്ര വിദ്യാർത്ഥികളുമാണ്. യുക്തിക്ക് നിരക്കാത്ത യാതൊരു സംഗതിയും നമുക്ക് സ്വീകാര്യമേ അല്ല. സ്വീകരിക്കണമെങ്കിൽ സാധനാഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സ്വന്തം യുക്തിയോട് മാറ്റുരച്ച് നോക്കാം. ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയണം. അപ്പോൾ രത്നാകരനെ സംബന്ധിച്ച് ഒന്നുമില്ല. അദ്ദേഹത്തിന് രാവിലെ വിശക്കുമ്പോൾ വല്ല പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി കഴിക്കണം, കിടന്നിറങ്ങണം, വേറെ കൂടുതൽ വിചാരങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായതുകൊണ്ട് വൈരാഗ്യപ്പെട്ടെന്ന് വന്നതാണ്. ഞാൻ ഇന്നലെ ചർച്ച ചെയ്ത വിഷയങ്ങൾ തീവ്ര സംവേദനാമാസന്ന ആ തത്വത്തോട് പ്രവർത്തിച്ച് കാണും. എല്ലാം വിട്ട് നിരന്തര സാധനയിൽ മുഴുകി അദ്ദേഹം ഭാരത ചരിത്രത്തിലെ ആദ്യത്തെ കവിയും മുനിയുമായി മാറി. ഇതാണ് ധ്യാനത്തിൻ്റെ പ്രക്രിയ. ഈ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ധ്യാനം പ്രകൃതിയാണ്. ധ്യാന വിരുദ്ധതയാണ് പ്രകൃതി വിരുദ്ധത. അപ്പൊ എനിക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല എന്ന് ആര് അവകാശപ്പെട്ടാലും ആ അവകാശം അറിവില്ലായ്മയിൽ നിന്ന്, ബോധത്തിന്റെ കുറവിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇതാണ് ധ്യാന പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ധാരണ. അപ്പൊ നമുക്ക് സൂത്രത്തിൽ മാറ്റാം. ആദ്യത്തത് ദേശബന്ധ ചിത്തസ്യ ധാരണ എന്നാണ്. അത് നമ്മൾ പ്രത്യേക ധാരണാ ധ്യാനം എന്നെടുത്തു. ഇനി തത്ര ഇവിടെ ബാക്കിയുണ്ട്. തത്ര ദേശബന്ധ ചിത്തസ്യ ധാരണ. സാധനക്രമം അറിയുന്ന ആളുകളെയാണ് കൂടുതൽ വിശദീകരിക്കേണ്ടത്. ഇതിങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രാണാപാനന്മാരിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ലയം വരുമ്പോൾ ദീക്ഷാക്രമത്തിൽ നമുക്ക് ഉപദേശിക്കപ്പെട്ട ബിന്ദു എന്ന് പറയുന്ന ആജ്ഞാചക്രത്തിൽ ഉയർന്ന സാധ്യതയിൽ ശാസ്ത്രാപാത ഭരണത്തിൽ തൻ്റെ മനസ്സിനെ ബന്ധിച്ചു നിർത്തുന്ന അവസ്ഥയാണ് ധാരണ എന്ന് പറയുന്നത്. അവിടെ മനസ്സിന് ചലനം ഒട്ടുമില്ല. ധ്യാനത്തിൽ മനസ്സിന് ചലനമുണ്ട്, പരിമിതമായി. അപ്പൊ ചലനരഹിതമായ മനസ്സ് യോഗശാസ്ത്രപ്രകാരം ഒന്നുകൂടി വ്യക്തമാക്കിയാണ് മനസ്സ് ലയിക്കുന്ന ഇടത്ത്, വായു ലയിക്കുന്ന ഇടത്ത് മനസ്സ് ലയിക്കുമെന്നാണ് യോഗപ്രമാണം. അങ്ങനെ മനസ്സ് ലയിക്കുന്ന ബിന്ദുവിൽ ധ്യാനപ്രക്രിയയിലൂടെ നമ്മൾ അറിയാതെ ശ്രദ്ധിച്ച് അതിലേക്ക് ലയം വരുമ്പോൾ നമ്മുടെ ശ്വാസം നിന്നു പോകും.
ശ്വാസം നിന്നാൽ എന്താ അവസ്ഥ? പ്രാണായാമമാണെന്ന് ആചാര്യൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പ്രാണായാമത്തെ നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് വേർതിരിക്കുക? അപ്പോൾ ഇതൊക്കെ ഒരു അക്കാദമിക് പഠനത്തിന് വേണ്ടി എഴുതിയ ഗ്രന്ഥത്തിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ ധരിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ സാധകന്റെ മനസ്സ് എങ്ങും പോകാതെ ഈ പറഞ്ഞ ബിന്ദു മാത്രം കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ വേറൊന്നും കാണുന്നില്ല. കണ്ട് ഈ ബിന്ദുവും സാധകനും തമ്മിൽ ലയിച്ച് ഒന്നായി തീരും. അപ്പൊ ധാരണയുടെ അവസ്ഥയിൽ ത്രിപുടിയുണ്ട്. ത്രിപുടി എന്ന് പറഞ്ഞാൽ ധ്യാനം, ധ്യേയം, ധ്യാതാവ്. സാധകൻ, ബിന്ദു, ധാരണ. ഈ 3 ഘടകങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് ധാരണയും. 3 ഘടകങ്ങളും ചേർന്ന് ഒന്നാകുമ്പോൾ അത് സമാധിയുമാണ്. അപ്പൊ സമാധിയിൽ താനില്ല, തൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തയില്ല, കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ല, ഹംസബുദ്ധിയെക്കുറിച്ച് ചിന്തയില്ല, തൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് ചിന്തയില്ല, താൻ തന്നെയില്ല. എന്നിട്ട് ആകെപ്പാടെ നമുക്ക് എന്താണ് നമ്മുടെ ബോധത്തിൽ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു താനൊരു പ്രകാശമായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. പിന്നെ സമാധിയെ, ധാരണയിൽ നിന്ന് സമാധിയിലേക്ക് പോയി ത്രിപുടികൾ നൈശീകരിക്കുന്നു. ഈ അവസ്ഥയെ ആചാര്യൻ സൂചിപ്പിക്കുന്നത് തദേവ അർത്ഥമാത്ര നിർഭാസം സ്വരൂപ ശൂന്യം ഇവ സമാധി എന്നാണ്. തത് ഏവ അർത്ഥമാത്ര നിർഭാസം. അപ്പോൾ അർത്ഥമാത്ര നിർഭാസം, അർത്ഥം മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. എന്തിൻ്റെ അർത്ഥം? ഈ പ്രകാശം എന്ന ആ ബോധം അത് മാത്രം പ്രകാശിക്കുക. പിന്നെയോ സ്വരൂപശൂന്യം ഇവ, സ്വരൂപശൂന്യം, സ്വന്തം രൂപത്തെക്കുറിച്ച് മറക്കുകയാണ്. സ്വന്തം ഭാവത്തെക്കുറിച്ച്, ദുഃഖത്തെക്കുറിച്ച്, സ്വന്തം ബുദ്ധിയെക്കുറിച്ച്, നാടിനെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് എല്ലാം മറക്കുകയാണ്. ഇവ സമാധി. ഇതിനെയാണ് സമാധി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വ്യവഹാര ഭാഷയിൽ മഹാസമാധി സ്വീകരിക്കുന്നതിലെ മഹാവാക്ക് സമാധി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ സമാധി എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിൻ്റെ നിശ്ചലാവസ്ഥ എന്ന് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. ധ്യാനവും ധ്യാതാവും ധ്യേയവും തമ്മിൽ 3 ഈ ഘടകങ്ങൾ പരസ്പരം ചേർന്ന് ഒന്നായി തീർന്നിരിക്കുക. ഇതാണ് നമ്മുടെ സാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഈ ഘട്ടം നമ്മുടെ അഭ്യാസ ബലം കൊണ്ട് ഒരു ഞൊടിയുടെ കൊണ്ട് ഈ 3 ഘട്ടത്തെയും തരണം ചെയ്യാൻ പറ്റുന്ന സാധകന്റെ അവസ്ഥയെ സംയമം എന്നാണ് പറയുന്നത്. സംയമം, ധ്യാനം, ധാരണ, സമാധി. ഈ 3 അവസ്ഥയിലേക്കും ഞൊടിയിടയിൽ എത്താൻ സാധിക്കുക. ത്രിപുടികൾ നശിച്ച് എന്തിനെയാണോ ധ്യാനിക്കുന്നത് അതുമായി താതാത്മ്യം പ്രാപിക്കുക. ഈ അവസ്ഥയെയാണ് സംയമഃ എന്ന് പറയുന്നത്. ത്രയം ധ്യാനം, ധാരണ, സമാധി ഏകത്ര ഒന്നിച്ച് വന്നാൽ സംയമഃ, സംയമമാകുന്നു. സിദ്ധിയുടെ രഹസ്യം ഇതാണ്. ഈ അവസ്ഥ എത്തിയ ഒരാൾക്ക് മാത്രമേ സിദ്ധിയുള്ളൂ. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 5-8 വർഷം മുമ്പ് ഒരാൾ ഫോട്ടോ വിളിച്ച് ചോദിച്ചു, പ്രമോദായിട്ട് ഞാൻ 5-6 കൊല്ലം നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം, എനിക്ക് ഇതുപോലെ സിദ്ധി വന്നിട്ടില്ല. ആ ചോദ്യം എവിടുന്നാ വന്നത്? ആ ചോദ്യം ഉത്ഭവിച്ചത് അയാളുടെ ബദ്ധതയിൽ നിന്നാണ്. ആളുടെ പ്രകൃതി പറയാവുന്നതുകൊണ്ട് ഞാനും കുറെ ആലോചിച്ച് ചോദിച്ചു, ഇങ്ങേർക്ക് ഇതൊക്കെ കാണിച്ചിട്ട് ഞാൻ വലിയ ആളെ എന്നൊക്കെ വിചാരിച്ച് നൽകാം. ആ ഉദ്ദേശത്തിലാണ് അപ്പോഴത്ത് ഈ വിദ്യയൊക്കെ അന്വേഷിച്ച് വരുന്നത് എന്നൊക്കെ ഏറെക്കുറെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കയ്യിലിരിക്കും ശരിയില്ലാത്തതുകൊണ്ടാണ്.
കയ്യിലിരിപ്പ് ശരിയില്ല. അതെന്താ കാര്യം? ബദ്ധനായവന് സിദ്ധിയില്ല, സിദ്ധനായവന് ബദ്ധതയുമില്ല. എന്നാൽ ചിലർക്കൊക്കെ അപഭ്രംശം യോഗഭ്രഷ്ടമായിട്ടും വേദാന്തികൾ പ്രയോഗിക്കുന്ന വേറൊരു വാക്കുണ്ട്, ആരൂഢച്യുതൻ, ആരൂഢത്തിൽ നിന്ന് നാശം സംഭവിച്ചവൻ എന്ന് വേദാന്തികൾ ഈ അവസ്ഥയെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പോയിട്ടില്ലെങ്കിൽ, ഈ അവസ്ഥയെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് യോഗഭ്രഷ്ടാണ്, താഴേക്ക് വീഴും. അപ്പം അതിൻ്റെ കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നതിന് മുമ്പ് അന്തരംഗ ബഹിരംഗ സാധനങ്ങളെ കുറിച്ച് പറയാം. ഒന്നും പറയാനില്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തിരുന്നാൽ മതി. സമാധിക്ക് സബീജം നിർബീജം അല്ലെങ്കിൽ സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം, ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ആദ്യത്തെ ഘട്ടമായ സമ്പ്രജ്ഞാത സമാധിയിൽ ഈ ധ്യാനം ധാരണ എന്ന് പറയുന്നത് അന്തരംഗമാണ്. എന്ന് വെച്ചാൽ ഈ ടൂൾ ഇല്ല എങ്കിൽ സമ്പ്രജ്ഞാത സമാധി ഒരിക്കലും ഉണ്ടാവില്ല. ഈ ടൂൾ ഉപയോഗിച്ച് സമ്പ്രജ്ഞാത സമാധി പരിശീലിച്ച് നമ്മൾ പുരോഗമിച്ച് സംയമം എന്ന അവസ്ഥയിലെത്തിയാൽ പിന്നെ ഈ ടൂളിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയാം. ഏതുപോലെ നാം പുഴ കടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു, തോണി ഉപേക്ഷിക്കുന്നത് പോലെ എന്നൊക്കെ വേണം മനസ്സിൽ ഭാവന ചെയ്യാം. എന്ന് വെച്ചിട്ട് ഇതാരും കളയേണ്ട കേട്ടോ. ഇത് ഇവിടുത്തെ ഈ ഗ്രന്ഥം വിശദീകരിക്കാൻ വേണ്ടി ഒന്ന് ലളിതമാക്കി പറഞ്ഞല്ലോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അപകടമാണ്. അപ്പം അസംപ്രജ്ഞാത സമാധിയിൽ ഈ സംയമം എന്ന് പറഞ്ഞ അവസ്ഥ ബഹിരംഗമാണ്. അതൊന്നും കൂടി പറഞ്ഞാൽ വളയമില്ലാണ്ട് ചാടാൻ പഠിച്ച അവസ്ഥയിലെത്തിയെന്നാണ്. അപ്പം ദിവസവും ഇങ്ങനെ വളയമില്ലാതെ ചാടിയെങ്കിൽ മാത്രമേ ആ കഴിവ് നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും വളയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് അത്ര ഒരു എളുപ്പത്തിൽ പറഞ്ഞു എന്ന് ആരും വിചാരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഈ അവസ്ഥയിലാണ് നമുക്ക് സിദ്ധി ഉണ്ടാകുന്നത്, സംയമം എന്ന് പറഞ്ഞ അവസ്ഥ. അത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ സത്യത്തിൽ സിദ്ധികൾ അഗണ്യമാണ്. യോഗസൂത്രത്തിൽ 32, 33 വിഭൂതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എണ്ണിയാലൊടുങ്ങാത്ത വിഭൂതികളുണ്ടാകും. ഇതൊന്നും ഒരു ഗ്രന്ഥത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. ഇനി സിദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ കൈവല്യപാദത്തിൻ്റെ ആദ്യത്തെ സൂത്രം സിദ്ധിയെക്കുറിച്ച്, അത് പിന്നെ സിദ്ധി പ്രകരണം എന്നാണ് പറയുന്നത്. ആദ്യത്തെ 6 സൂത്രങ്ങൾ. അതിൻ്റെ ആദ്യത്തെ സൂത്രം സിദ്ധി എങ്ങനെ ഉണ്ടാകുന്നു എന്നത് വിഷയം നമുക്ക് അത് ഇവിടെ ഈ സന്ദർഭത്തിലേക്ക് എടുക്കാം. ഇന്നലെ മൈത്രേയൻ പറഞ്ഞിരുന്നു, ജന്മ ഔഷധ മന്ത്ര സമാധിജ ഈ 4 ഘടകങ്ങളിൽ നിന്ന് ജനിച്ചത് സിദ്ധയാണ്. അപ്പൊ സിദ്ധികളുടെ ഉപായങ്ങൾ ഒന്ന് മന്ത്രമാണ്, ജന്മമാണ്, ഒന്ന് മന്ത്രമാണ്, തപസ്സാണ്, സമാധിയാണ്. ഇത് ഈ പറഞ്ഞതിൽ വേണ്ടാത്ത കാര്യം പറഞ്ഞു കുറച്ചധികം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, എന്തുകൊണ്ടെന്ന് കുറിപ്പ് പറയാം. എന്താ കാര്യം വെച്ചാൽ ഇതിനകത്ത് ജന്മം ഒഴികെ മന്ത്രം, തപസ്, സമാധി. ഹംസ വിദ്യാർത്ഥിക്ക് ഈ 3 ഒന്ന് തന്നെയാണ്. ഒന്നിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ആ നിലക്കാണ് ഞാനത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജന്മസിദ്ധന്മാരെ കുറിച്ച് പിന്നെ 2-ാം പാദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉദേഹ പ്രകൃതിലയാണ്.
ധാരാളം ആളുകൾ എടുത്തു വയ്ക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ബ്രഹ്മമഹർഷി അതുപോലുള്ള ഈ ജന്മത്തിൽ പ്രത്യേകിച്ച് അവരെന്ത് ചെയ്തിരുന്നോ ഒന്നും നമുക്ക് മനസ്സിലാകാതെ പൂർവ്വജന്മത്തിലെ അക്കൗണ്ടിൽ നിന്ന് പോയ കുറേ ആളുകളുണ്ട്, വിദേഹന്മാർ. അവരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം രണ്ടാം ഭാഗത്തിൽ പറയുന്നത് ഈ അന്തരംഗ സാധന, അതായത് പിന്നെ സമ്പ്രജ്ഞാത സമാധിയുടെ പരിശീലനം അവർക്ക് ആവശ്യമില്ലാതെ നേരിട്ട് അസംപ്രജ്ഞാത സമാധിയിലേക്ക് പോകാം എന്നാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ അത് വേറെ ഒരു വ്യത്യാസമില്ല. ഒരുപക്ഷെ നമുക്ക് സമൂഹത്തോട് പറയാനുള്ള യോഗമാർഗത്തിൻ്റെ ഒരു പുണ്യം എന്ന് പറയുന്നത് ഇതായിരിക്കണം. എന്താ കാര്യം വെച്ചാൽ യോഗഭ്രഷ്ടൻ്റെ ജന്മത്തെക്കുറിച്ച് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗീതയാണ്. ഇന്നലെ അത് ഇവിടെ ആരെ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുനെ ചോദിച്ചിരിക്കുന്നു, യോഗഭ്രഷ്ടൻ്റെ എന്താണ് സംഭവിക്കുക? അപ്പോൾ കൃഷ്ണൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ, പുണ്യം ചെയ്ത ആളുകൾ വസിക്കുന്ന ലോകത്തെ പ്രാപിച്ചിട്ട്, ഇത് എവിടെയൊന്നും ചോദിച്ചേക്കരുല്ലോ. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ സിത്വ സാസുരീ സമാഹ, അവിടെ അങ്ങനെ അനേക വർഷങ്ങൾ നിന്നിട്ട് ശുചീനാം ശ്രീമതാം ഗേഹേ, ശുചികളും ശ്രീമതന്മാരുമായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ. ശ്രീമതാം എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ധനികന്മാർ എന്ന് പറഞ്ഞ് ആ ഭാഗം ഉപേക്ഷിച്ച് പോകാം. പക്ഷെ ഇവിടെ ശ്രീമതാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ധനം എങ്ങനെ സമ്പാദിക്കാം? ഒരു ദരിദ്രൻ മറ്റൊരു ധനികനെ കൊന്നു കളഞ്ഞിട്ട് അയാളുടെ ധനം അപഹരിക്കാം. അപ്പോൾ അയാൾ ധനികനാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ശുചീനാം ശ്രീമതാം എന്ന് പറയുന്നത് വിഹിതമായ മാർഗത്തിലൂടെ ധനം സമ്പാദിച്ചവനെയാണ്. അങ്ങനെയുള്ള ആളുകളുടെ കുടുംബത്തിൽ വന്ന് ജനിക്കും യോഗഭ്രഷ്ടനായ ആള്. അത് നമ്മുടെ ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണ്. ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ ഒരു ചാൻസും കൂടി ഭഗവാൻ പറയുന്നുണ്ട്. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം, ധീമതാം യോഗിനാം കുലേ ഭവതി ഏവ, ധീമാന്മാരായിട്ടുള്ള യോഗികളുടെ കുലത്തിൽ വന്നു തുടങ്ങും. എന്നിട്ട് പൂർവ്വജന്മത്തിൽ എവിടെ നിന്നാണോ സാധന നിന്നത് ആ പോയിന്റിൽ വെച്ചിട്ട് വീണ്ടും ആരംഭിക്കുന്നു. അതാണ് അതിൻ്റെ ആ ഒരു ആശയമാണ് വിദേഹ പ്രകൃതിയാനം എന്ന രണ്ടാം ഭാഗത്തിലെ സൂത്രത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ജന്മസിദ്ധന്മാർ എന്ന് പറയുന്നത്. അവർ ഈ സമയം ധ്യാനം ധാരണ സമാധി പൂർവ്വജന്മത്തിൽ പയറ്റിത്തെളിഞ്ഞ് യോഗപുരുഷന്മാരായി ജനിച്ച ആളുകൾ, മരിച്ചു പുനർജനിച്ച ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സിദ്ധി ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും വിശകലനം ചെയ്യാനുള്ള ശാസ്ത്രബുദ്ധിയില്ല. നമ്മുടെ ആചാര്യന്മാരാണെങ്കിലും അതിന് സമ്മതിക്കില്ല. ഒരുപക്ഷെ അവരെടുത്ത് വരുന്ന ആളുകൾക്ക് ഇത് ഗ്രഹിക്കാനുള്ള പാത്രഗുണമുണ്ടാകാത്തതുകൊണ്ട് പോകാം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മൂപ്പര് നേരിട്ട് അവതരിച്ചതാണ്. നമുക്കൊന്നും അത് മനസ്സിലാവില്ല. എന്തെളുപ്പമാണ് പറയാൻ. അപ്പോൾ ഒരു ശാസ്ത്രത്തെ വിശകലനം ചെയ്യാനുള്ള പ്രാപ്തിയില്ലായ്മ കൊണ്ട്, അല്ലെ അത് തന്നെ അന്വേഷിച്ച് വരുന്നവരിലേക്ക് താൻ മനസ്സിലാക്കിയ സത്യം പകരാനുള്ള കഴിവില്ലായ്മ കൊണ്ട് ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ യോഗിയുടെ ധർമ്മം അതല്ല, അന്ധവിശ്വാസം പ്രചരിപ്പിക്കലില്ല. ആധുനിക ശാസ്ത്രകാരൻ്റെ മനസ്സോടുകൂടി തെളിഞ്ഞ യുക്തിബോധത്തോടുകൂടി പരാപ്രകൃതിയെയും അപരാപ്രകൃതിയെയും സ്ഥൂല സൂക്ഷ്മ പ്രബന്ധങ്ങളെ തൊട്ടും കണ്ടും അറിഞ്ഞും രുചിച്ചും അനുഭവിച്ച് അത് ഇന്നതാണ് എന്ന് പറയുക. അവിടെ വേറെ യാതൊരു ഉപാധികളുമില്ല. ഇത്
ഈ സിദ്ധി വരുത്തുന്ന അപകടങ്ങളെക്കുറിച്ച് വിഭൂതി ഭാഗത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തേ സമാധാ ഉപസർഗാഹ കയ്യിലേക്കും ശരീരത്തിലേക്ക് സംഭവിച്ചു. എങ്ങനെ? അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ യുക്തി കൊണ്ട് അനുമാനിക്കാറുണ്ട്. അനുമാനമാണ് പ്രമാണമുണ്ട്. നമ്മുടെ ജന്മവും പുനർജന്മവും നമ്മുടെ വാസനകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ വാസനകളുടെ തുടർച്ച ഏറ്റവും പുതിയ ജന്മത്തിൽ പ്രതിഫലിക്കും. അപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ കൈനീപ്പ് ദോഷത്തിന്റെ വാസന ഉത്തമമായ ഒരു ഗുരുവിനെ കണ്ട് സാധന ആരംഭിച്ചില്ലെങ്കിൽ ആ പണി വീണ്ടും. അപ്പൊ ശാസ്ത്രദൃഷ്ടിയ അതിൽ സംശയമൊന്നും വേണ്ട. ഇങ്ങനൊരു ബന്ധനത്തിൽ തന്നെയാണ്. ബദ്ധനാണ്, മുക്തനായിട്ടില്ല. അപ്പൊ സിദ്ധിയുടെ സാധന പശ്ചാത്തലം ഇതാണ്. എന്നാൽ പതഞ്ജലി മഹർഷി അതിൽ നിഗൂഢതയിൽ ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം ഒരു പടി കൂടി മുന്നോട്ട് പോയി. പരിണാമം എന്ന് പറഞ്ഞ സിദ്ധാന്തം വേണ്ട, നമുക്ക് ദർശനം എന്നുള്ള വാക്ക് നല്ലത്. ആ ദർശനത്തെ കൂടി അവതരിപ്പിച്ചു ഈ സമയത്ത്. ഇന്നലെ ദേവരാജൻ സാറായിരുന്നു പറഞ്ഞിരുന്നത് പരിണാമം മാനസികമായ പരിണാമം മാത്രമാണ്. അദ്ദേഹം ഇവിടെയില്ല. മാനസികമായ പരിണാമം മാത്രമാണ് സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞത് എന്ന പ്രധാനപ്പെട്ട യോജിപ്പ് പ്രകടിപ്പിക്കേണ്ട അടിസ്ഥാനം ഇനി പറയാൻ പോകുന്ന സൂത്രങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ള ഘട്ടത്തിൽ സൂത്രം പറയുന്നത് മനസ്സിന്റെ 3 പരിണാമങ്ങളെ കുറിച്ചാണ്. അത് നിരോധ പരിണാമം. ആദ്യം പറഞ്ഞിട്ട് നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. വൃത്തികളെ നിരോധിക്കുക. ആ നിരോധിക്കുമ്പോൾ പരിണാമം പിന്നെ വരും. എന്താ പരിണാമം? ഉയർന്നതല്ല, താഴ്ന്ന പരിണാമം. മനസ്സ് വീണ്ടും അതിന് വ്യതിചലിക്കും. ഇതിങ്ങനെ നിരന്തരം ഈ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിണാമത്തെയും കൂടി അതിക്രമിക്കുമ്പോൾ അത് സ്ഥിരമായിട്ടുള്ള അവസ്ഥയിലാണ് പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിനെയാണ് പതഞ്ജലി മഹർഷി നിരോധ പരിണാമം, മനസ്സിന്റെ നിരോധ പരിണാമം എന്ന് പറഞ്ഞിരിക്കുന്നത്. വ്യുത്ഥാന നിരോധ സംസ്കാരയോ അഭിഭവ പ്രാദുർഭാവവും നിരോധക്ഷണ ചിത്താന്വയോ നിരോധ പരിണാമ എന്ന് സൂത്രം. അപ്പം ഈ പരിണാമത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും ഇതിങ്ങനെ നിരന്തരം സംഭവിച്ചു കഴിയുമ്പോൾ അതിന് ചില പ്രയോജനങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം തസ്യ പ്രശാന്തവാഹിത സംസ്കാര എന്ന് അടുത്ത സൂത്രം പറഞ്ഞു. സംസ്കാരം എന്ന് പറഞ്ഞാൽ കൾച്ചറല്ല, വാസന എന്ന് വിചാരിക്കുന്നവരെ കുറച്ചുകൊണ്ടാണ്. അപ്പൊ ഈ വാസന ഈ ഒരു ഉത്ഥാന നിരോധനത്തിലുള്ള വാസന കൊണ്ട് മനസ്സ് ശാന്തമായ ഒരവസ്ഥയെ പ്രാപിക്കും. ഈ ഉത്ഥാന നിരോധ സംസ്കാരം എന്ന് പറയുന്നത് ഉപാധീക്ഷയിൽ അജപാദീക്ഷ മുതൽക്ക് നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിരന്തരമായി ഈ പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് വളരെ കൃത്യമായി പരിശീലനം തുടർന്നാൽ മനസ്സ് ശാന്തമാകും. തെറ്റിച്ച് ചെയ്താൽ അശാന്തമാവുകയും ചെയ്യും. ചില ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഈ മനസ്സിൻ്റെ ശാന്തത, അപ്പം യോഗസൂത്രത്തിൻ്റെ ഒരു സന്ദേശം നമുക്ക് സമൂഹത്തിലേക്ക് പകരുമ്പോൾ ഇത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ പറഞ്ഞാലും സ്വീകാര്യത ഉണ്ടാവില്ല. വെറുതെ സിമ്പിൾ ആയി സാധാരണക്കാരനെ ഭാഷയിലിടാൻ മനസ്സിന് സമാധാനം ചെയ്യുന്ന ജീവിതമാണ് എന്ന് ചോദിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും മറുപടി വരും, സമാധാനം എങ്ങനെ കിട്ടാൻ
എനിക്ക് കിട്ടുന്ന സമാധാനം വഴിയില്ല. ശരിയല്ല. ഈ മെസ്സേജാണ് നമ്മൾ കൊടുക്കേണ്ടത്, സമൂഹത്തിന് കൊടുക്കേണ്ടത് ഇതാണ്. അങ്ങനെ ഈ ചിത്തത്തിൻ്റെ ഉത്ഥാന നിരോധ പരിണാമം കൊണ്ട് ചിത്തം ശാന്തമായിരിക്കുന്നുണ്ട്. പിന്നെ മനസ്സിന് വേറൊരു പരിണാമം, ഏകാഗ്രത പരിണാമം. ഏകാഗ്രത പരിണാമത്തിൽ ഈ വിത്താന നിരോധ സംസ്കാരത്തിൻ്റെ കുറച്ചും കൂടി ഉയർന്ന നിലയിൽ നാം കാലദേശങ്ങളെ മറന്നുപോകും. എവിടെയാണ് ഇരിക്കുന്ന ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ തന്നെയാണ് ഇരിക്കുന്നത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം സമാധി പരിണാമം, ഏകാഗ്രത പരിണാമം, നിരോധ പരിണാമം, 3 പരിണാമങ്ങൾ മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇനിയാണ് ഭൗതികമായ പരിണാമത്തെക്കുറിച്ച് ആചാര്യം പറയുന്നത്. ഏതേന ഈ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ പരിണാമം എങ്ങനെയോ അത് പറഞ്ഞതുപോലെ ഭൂതേന്ദ്രിയേഷു, ഭൂതങ്ങളിലും ഇന്ദ്രിയങ്ങളിലും. ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മുടെ തനി മെറ്റീരിയലായിട്ടുള്ള ആ വസ്തുക്കൾ തന്നെ, ഭൗതിക വസ്തു. പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളും. ഏതേന ഭൂതേന്ദ്രിയേഷു ധർമ്മ ലക്ഷണ അവസ്ഥ എന്നിങ്ങനെ 3 പരിണാമ വ്യാഖ്യാത. മനസ്സിൻ്റെ നിരോധ, ഏകാഗ്ര, സമാധി പരിണാമം പോലെ ഇന്ദ്രിയങ്ങളിലും ഭൗതികമായിട്ടുള്ള വസ്തുക്കളിലും ധർമ്മം, ലക്ഷണം, അവസ്ഥ എന്നിങ്ങനെ 3 പരിണാമമുണ്ട്. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. തൽക്കാലം അങ്ങനെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇതിനെക്കൊണ്ട് പ്രയോജനം വേറെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ശബ്ദവും ശൈലിയും സംഗീതാത്മകമാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെ കൂടുതൽ സംഗീത സങ്കരമാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. അത് ചുരുക്കി പറഞ്ഞു വന്നതാണ്. കളിമണ്ണ് കുടമാവാം. കുടം അതിൻ്റെ അവസ്ഥ കൊണ്ട്, കുടമായിത്തീരുന്ന അവസ്ഥ കൊണ്ട് പഴക്കം കൊണ്ട് നശിച്ചു പോകുന്ന ആ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൂടുതൽ വെറുതെ സ്ട്രെയിൻ എടുക്കണം. ഈ പരിണാമത്തിന് എന്തുകൊണ്ടാണ് പരിണാമം ഉണ്ടാകുന്നത്? ക്രമഭേദം കൊണ്ടാണ് പരിണാമം ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ ആളുകൾ പറയും ആറ്റത്തിൻ്റെ ഘടനയിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? പറഞ്ഞത് സംസ്കൃത ഭാഷയിലായി പോയി, ഒരു ഇന്ത്യക്കാരനായി പോയി എന്നൊരു തെറ്റ് മാത്രമേ ഇതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ യോഗ്യ ശാസ്ത്രകാരനാണ്. ഒരു പ്രമാണം കൂടി ഞാൻ പറയാം. ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചതാണ് ഐസക് ന്യൂട്ടൺ. പറയുന്നത് അങ്ങനെയുടെ തലയിൽ ഒരു ആപ്പിൾ വീഴുന്നു. ഉറപ്പില്ല അതൊക്കെ വരുന്നത്. അപ്പം ഞാൻ ആപ്പിൾ വരെ കാണുന്നത് വരെ ഞാനിങ്ങനെ ഇത് മനസ്സിൽ കണ്ടായിരുന്നു. ഇങ്ങനെ ഈ മടിയനും അലസനുമായിട്ടുള്ള ഈ ഐസക് ന്യൂട്ടൻ വീട്ടിൽ നിന്നോ അച്ഛനായിട്ട് ഉടക്കിയിട്ട് സങ്കടത്താൽ ഇങ്ങനെ ആപ്പിൾ മരത്തിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആപ്പിൾ തലയിൽ വീണു. ചെറുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അതാണ്. ഇപ്പോൾ അതുണ്ട്. അപ്പോൾ ആപ്പിൾ മരം കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ആ ഇമേജ് പോയത്. കാരണം ആപ്പിൾ മരം അത്രയൊന്നും വലുതായി കണ്ടിട്ടില്ല. ഞങ്ങളുടെ ആപ്പിൾ മരം ചെറുതാണ്. ഏകദേശം അതിൻ്റെ ജില്ലയ്ക്ക് അത്രത്തോളം ഉയരം വരുള്ളൂ. അപ്പോൾ ആപ്പിൾ തലയിൽ വേണ്ടിയിട്ട് എന്തായാലും ഈ ബോധം ഉദിക്കുന്ന വിഷയമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മിത്തുകൾ ഉണ്ടാകുന്ന പോലെ എല്ലാ മാനവിക സംഭവങ്ങളുണ്ട്. ഇത് ഇന്ത്യക്കാരുടെ വൃത്തികളെല്ലാം മിത്തുകൾ. അതാദ്യം അത് ആ ബോധം ഉറപ്പിക്കുക. എല്ലാ മാനവിക സമൂഹങ്ങളിലൊക്കെ ഉണ്ട്. മന്ത്രവാദമുണ്ട്, പിന്നെ പരദൂഷണം പറച്ചിലുണ്ട്, അക്രമങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. നല്ല ആളുകളുണ്ട്. ഇന്ത്യയിലും അതുണ്ട്. അപ്പം ന്യൂട്ടൺ എന്തായാലും ന്യൂട്ടനെ കണ്ടുപിടിച്ചുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. എന്നാൽ ന്യൂട്ടനാണോ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ പ്രമാണ സഹിതം നമ്മുടെ രവിസ്വാമി പറഞ്ഞ പോലെ അല്ല. മനുഷ്യ ചരിത്രത്തിൽ ഭൗതിക ശാസ്ത്രം ശാസ്ത്രീയമായി രൂപപ്പെട്ടത് ഇന്ത്യയിൽ തന്നെയാണ്. യുക്തിവാദികൾക്ക് രുചിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞത്. ആ ഒരു പാരമ്പര്യത്തിന്
പാശ്ചാത്യനം ഒരുക്കിയത് നമ്മുടെ യോഗ പാരമ്പര്യമാണ്. ഭൗതിക ശാസ്ത്രത്തിന് ഒരുപക്ഷെ ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കണാദൻ്റെ വൈശേഷിക ദർശനം തന്നെയാണ്. അതിൽ ചില നിരീക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. വൈശേഷിക ദർശനത്തിന് പ്രശസ്ത വാദൻ്റെ ചെറിയൊരു ഭാഷ്യമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയൊരു വ്യാഖ്യാനമുണ്ട്. അതിനകത്ത് പ്രശസ്ത വാദം വളരെ കൃത്യമായി പറയുന്നത് യോഗസമാധിയിൽ ഇരുന്നുകൊണ്ടാണ് കണാദൻ സത്യത്തെ ദർശിച്ചത്. അത് വൈശേഷികത്തെക്കുറിച്ച് നമ്മൾ അത് പൂർണ്ണമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനകത്ത് യോഗസാധന മാത്രമേ കഴിയുള്ളൂ അടിവരായിട്ട് പറയുന്നുണ്ട്. വൈശേഷിക ദർശനത്തിലാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തം കാണപ്പെട്ട ഏറ്റവും പഴയ ഗ്രന്ഥം. അതിൻ്റെ സന്ദർഭം എന്ന് വെച്ചാൽ ആപ്പിൾ വന്നത് പോലെ തന്നെയാണ്. ഒലക്ക കൊണ്ട് ധാന്യങ്ങൾ ഇടിക്കുകയും പൊടിയാക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് കണാദൻ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഒലക്കൊണ്ട് ഇപ്പോഴും ആ തലമുറയ്ക്ക് അറിയില്ല. എന്നാലും കണാദൻ്റെ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒലക്കയ്ക്ക് ഇത്തിരി ഭാരം കൂടുതലായിരുന്നു. അതിങ്ങനെ എടുത്ത് പൊക്കിയിട്ട് പിടിവിടുക ചെയ്യാം, അപ്പോൾ താഴേക്ക് വീഴും. അപ്പോൾ കണാദൻ നിരീക്ഷിച്ചറിഞ്ഞു ഇത് വീഴുന്നത് ഗുരുത്വാകർഷണം കൊണ്ടാണ്. അപ്പോൾ ഉലക്ക ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്ന അവസ്ഥയാണ് അദ്ദേഹം സംയോഗം എന്ന വാക്കുകൊണ്ടാണ് ജ്യോതിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പിടി വിടുന്നതിന് പിടിയുടെ കുറവ് അല്ലെങ്കിൽ അഭാവം, സംയോഗാഭാവം എന്നാണ് പറഞ്ഞത്. ഈ സംയോഗാഭാവാത്, ഈ പിടിയില്ലാത്തത് കാരണം ഗുരുത്വാപതനം, ഗുരുത്വാകർഷണം കൊണ്ടാണ് ഇവിടത്തെ താഴേക്ക് പോകുന്നത്. വേറെ ഒന്നും കൂടെ ഉണ്ട്. അത് വില്ലിൽ നിന്ന് അമ്പ് തൊടുത്തു കഴിഞ്ഞാൽ കുറേ ദൂരം പോയിട്ട് നമ്മൾ എത്രമാത്രം എനർജി യൂസ് ചെയ്യുന്നു, കൈനറ്റിക് എനർജി, അത് എത്രമാത്രം കൊടുക്കുന്നോ അതിനാനുപാതികമായ ദൂരത്തിൽ മുകളിൽ പോയിട്ട് തിരിച്ചു താഴെ വീഴും. കണാദൻ പറഞ്ഞു സംസ്കാരാഭാവാത് ഗുരുത്വാപതനം. സംസ്കാരം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി. നമ്മൾ ഇവിടുന്ന് ഈ മുള കഷ്ണം വളച്ചു വെച്ച് സംഭരിച്ച ഊർജം നൂലിലൂടെ പുറത്തേക്ക് വിടുന്ന അതിനെയാണ് സംസ്കാരം. യോഗത്തിൽ സംസ്കാരം എന്ന് പറയുന്ന അർത്ഥം വേറെയാണ്. വൈശേഷികത്തിലെത്തുമ്പോൾ അതേ വാക്കിൻ്റെ അർത്ഥം മാറി. ഈ കൈനറ്റിക് എനർജി മുന്നോട്ട് കുതിക്കാനുള്ള, മുകളിലേക്ക് കുതിക്കാനുള്ള ഊർജം എപ്പോൾ പൂജ്യത്തിലെത്തുന്നു ആ സമയത്ത് അമ്പ് താഴെ വീഴുന്നത് ഗുരുത്വാകർഷണം കൊണ്ടാണ്. ന്യൂട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സംയമനത്തിൻ്റെ ആണ് നമ്മുടെ വിഷയം. ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിന് ഭൗതികശാസ്ത്രത്തിൽ നൽകിയ സംഭാവന എന്ന് പറയുന്നത് കേവലമായൊരു സമവാക്യമാണ്. ഒരു മുട്ടുസൂചി ഉണ്ടാക്കുന്ന നിലവിലുള്ള സാങ്കേതിക വിദ്യയെ ലഘൂകരിക്കാനുള്ള ഒരു ചിന്തയും അദ്ദേഹത്തിന് ഉണ്ടായില്ല, പ്രവർത്തനം ഉണ്ടായിരുന്നു. എവിടുന്ന് കിട്ടി ആൽബർട്ട് ഐൻസ്റ്റീന് ഒരു സുപ്രഭാതത്തിൽ ബോധമായിരുന്നു? വിദേഹനാണ്, യോഗപൃഷ്ഠനാണ് എന്ന കാര്യം നമുക്ക് അനുമാന സഹിതം വ്യക്തമായ നിർണയത്തിലെത്താം. അപ്പോൾ നമുക്കൊക്കെ പല സംശയം ഉണ്ടാവും. ഇദ്ദേഹത്തിന് മുൻഗണന എവിടെയായിരുന്നുകൊണ്ട് യോഗ സൂത്രത്തിൽ വളരെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. സംസ്കാരത്തിൻ്റെ സ്വാധീനഫലമായിട്ട് നമ്മൾ എവിടെയും ഏത് ശരീരത്തിലും ജനിക്കാമെന്ന് തന്നെ വളരെ പ്രകടമായി പറയുന്നുണ്ട്. ഇങ്ങനെ സംയമനത്തിലൂടെ ഭാരതീയ ഋഷിമാരെ കണ്ടെത്തിയ ശാസ്ത്രത്തിൻ്റെ അറിവ് വളരെ വലുതാണ്. ഇവിടെ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് നമ്മളെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് തള്ളാം. പക്ഷേ അതിന് കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അത് അവതരിപ്പിക്കുന്ന രീതി അങ്ങനെയായിരുന്നു. ഇന്നത്തെ രീതിയിലായിരുന്നില്ല അറിവുകൾ പ്രദർശിപ്പിച്ചിരുന്നത്. അല്ലെങ്കിൽ അതങ്ങനെ മയക്ക് വേണമെന്നില്ല. ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ, കേട്ടോ.
അറിവുകൾ പ്രകടമാക്കുന്ന രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സമ്പ്രദായ ക്രമത്തിൽ ഇപ്പം നമ്മുടെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ ഗുരുവിനെ സമീപിക്കുന്ന ചില രീതികളൊക്കെ ഉണ്ട് ആത്മവിദ്യയിൽ തന്നെ. അത് താഴെ അറിഞ്ഞപ്പെട്ടതുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്യാറില്ല. എന്ന് വെച്ചിട്ട് അതൊന്നും ഒരിക്കലും നികൃഷ്ടമാണെന്ന് പറയുന്ന യുക്തികൾ യോഗിക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ പരിണാമത്തിൻ്റെ ഹേതു അതിനകത്ത് വരുന്ന തന്മാത്രയിലുള്ള ക്രമത്തിൽ വരുന്ന മാറ്റം തന്നെയാണ് എന്ന് ആചാര്യം പറഞ്ഞിരിക്കുന്നു വ്യക്തമായിട്ട്. അതുകൊണ്ട് യോഗസൂത്രത്തിലെ പരിണാമം ഭൗതിക വസ്തുക്കൾക്കും ബാധകമാണ്. ഇനിയാണ് അങ്ങോട്ട് വിഭൂതികളിലേക്ക് കടക്കുന്നത്. ഈ വസ്തുവിന് 3 തരത്തിലുള്ള പരിണാമങ്ങളെ കുറിച്ച് പറയുന്നു. ഏതേന ധർമ്മലക്ഷണാവസ്ഥ വ്യാഖ്യാത, ധർമ്മം ലക്ഷണാവസ്ഥ. ഒരു പദാർത്ഥത്തിൻ്റെ ഈ 3 അവസ്ഥകളിലും സമയം ചെയ്യുന്ന യോഗിക്ക് ഇതിൻ്റെ കഴിഞ്ഞുപോയതും ഇപ്പോൾ നടക്കുന്നതും വരാനിരിക്കുന്നതുമായ കാലങ്ങളെക്കുറിച്ചുള്ള അറിവ് കിട്ടും. അതിൽ കൂടുതൽ വിശദീകരിക്കാമെന്ന് അത്ര തന്നെ പറയാനുള്ളൂ. ഇനിയാണ് കുറച്ചുകൂടി രസകരമായതും നമ്മളൊക്കെ മിത്ത് എന്ന് വിചാരിച്ചിരുന്ന കേവലമായ സങ്കല്പം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള ബോധം വരാവുന്ന ഒരു സൂത്രമാണ് അടുത്തത്. പരരുചിയുടെ കഥ കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ കിളികൾ പറയുന്നത് കേട്ടിട്ട് പിന്നെ കന്തമയെ ഉപേക്ഷിച്ച കഥ കേട്ടിട്ടില്ല. പരരുചി. ഇപ്പം രാമായണത്തിലെ പുഷ്പക വിമാനം മിത്താണെന്ന് പറയുന്നു. ആയിരിക്കാം, അല്ല എന്നുള്ള അഭിപ്രായം പറയാനുള്ള ഗ്രൗണ്ടും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല, മിത്തല്ല, യോഗസിദ്ധിയാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ സംയമനത്തിലൂടെ ഒരു വാക്ക് നമ്മൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ആ ഒരു അനലൈസ് വന്ന് നോക്ക്. നിങ്ങൾ ഒരു വാക്ക് എന്ന് പറയുന്നത് വാക്ക് ഉച്ചരിക്കണമെങ്കിൽ ഇപ്പം ഒരു പേപ്പട്ടി കടന്നു വരാം. അപ്പം നമ്മൾ മുന്നിൽ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ആരോ ഒരാൾ അത് ശ്രദ്ധിക്കാതെ നിൽക്കുന്നു. പേപ്പട്ടി കടന്നു വരുന്നു എന്നുള്ള ആ ഒരു പ്രത്യേകം മനസ്സിൽ ഇരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് കടി കിട്ടും. അപ്പം കാണാത്തവനോട് പറയാം, എടാ ഓടിക്കോ. ഈ വാക്ക് മറ്റവന് കേൾക്കുകയാണ്. കേട്ടിട്ട് അവൻ്റെ മനസ്സ് നേരെ പുറകോട്ട് വരിക. എടാ ഓടിക്കോ എന്ന് പറഞ്ഞ ആരാ? അത് ഇവനാണ്. എന്താ പറയാൻ കാരണം? ഇല്ലെങ്കിൽ നായ കടിക്കും. ഇങ്ങനെ ശബ്ദത്തിലൂടെ ആശയം പ്രകടിപ്പിക്കുന്നതിന് 3 ഘട്ടങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിന് ശബ്ദം, അർത്ഥം, പ്രത്യയം. എല്ലാ ജീവികളുടെയും ഭാഷയിൽ ഇതുണ്ട്. എല്ലാ ജീവികൾക്കും ഭാഷയുണ്ട്. എല്ലാ ജീവികളുടെയും ഭാഷയിൽ ഈ തത്വം ഉണ്ട്. ഞാൻ ഒരു തമാശ എന്നുള്ള എനിക്ക് പറയാം. തെന്നാവിന് കുമ്പത്ത് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാവില്ല. അതിൽ മുദ്ദുകം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആദ്യം ഇത് കേട്ടപ്പോൾ നേരെ തോന്നിയില്ല. അത് പ്രത്യേകമായി ശബ്ദമായി മനസ്സിൽ വിചാരം ചെയ്യുമ്പോഴാണ് അർത്ഥം മനസ്സിലാവുന്ന ഇങ്ങനെയുടെ ഭാവം മാറുന്നത്. അപ്പോൾ പക്ഷിമൃഗാദികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ ഈ 3 അവസ്ഥകളെ സമയം ചെയ്തു കഴിഞ്ഞാൽ അവർ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഈ സൂത്രം പറയുന്നത്. ശബ്ദാർത്ഥ പ്രത്യയാനാം ശബ്ദ അർത്ഥ പ്രത്യയങ്ങളെ ഇതരേതരാഭ്യാസാ സങ്കര. ഇത് ഈ 3 ഘടകങ്ങളും ചേർന്ന് നിന്ന് സങ്കരമായിട്ടാണ് വാക്കുണ്ടാകുന്നത്. പ്രവിഭാഗ സമയമാണ്. ഈ 3 എണ്ണത്തിനെയും വിഭജിച്ച് അതിൽ സമയം ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ഫലം സർവഭൂത രുത ജ്ഞാനം. രുതം എന്ന് പറഞ്ഞ ഭാഷ. അപ്പോൾ സമയസിദ്ധന് ജീവികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്. ആരെങ്കിലുമൊക്കെ സിദ്ധന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ശരീരത്തിൽ രാജവെമ്പാല കയറി കഴുത്തിന് 3 ചുറ്റി തലയ്ക്ക് മുകളിൽ ഇങ്ങനെ 10 വിടർത്തി നിൽക്കുന്നു
ഇങ്ങേര് ശിവനാണ് എന്നും പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങും നമ്മൾ. ഈ ജീവികളുമായിട്ട് ഇദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കുന്നു. അവിടെ ഭീതിയുടെ ഒരു സാഹചര്യം ഒന്നുമില്ല, പരസ്പരം ഭീതിയില്ല, പറയാനുള്ള പറഞ്ഞ് അങ്ങോട്ട് വെച്ചാൽ തീർന്നല്ലോ. അപ്പോൾ ഇത്തരം അവസ്ഥകളെ വീണ്ടും ഞാൻ പറയുകയാണ്, വെറുതെ മിത്ത് എന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോകുന്നതിന് പകരം അതിൻ്റെ അന്തസാരം കണ്ടെത്താനാണ് യോഗി പരിശ്രമിക്കേണ്ടത്. പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സംസ്കാരത്തെ നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അവരൻ്റെ ഉള്ളിലുള്ള നേരത്തെ പറഞ്ഞിരിക്കുന്ന കർമ്മത്തിൻ്റെ ഭാഗമായ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. ഈ സംസ്കാരത്തെ സംയമിച്ചാൽ പൂർവ്വജന്മത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ജന്മത്തെക്കുറിച്ചുമുള്ള അറിവ് കിട്ടും. അപ്പോൾ ഇത് ഇപ്പോൾ തിയറി കേട്ടിട്ട് നമ്മൾ പിന്നെ യോഗാനന്ദൻ്റെ ഓട്ടോബയോഗ്രാഫി വായിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കണം ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ. ഈ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഋതംബരം ഉണ്ട് നമ്മളെ കയ്യിൽ. ഋതംബര പ്രജ്ഞ കയ്യിൽ വെച്ചിട്ടാണ് ആലോചിക്കുന്നത് എന്നും മനസ്സിലോർക്കണം. അതിന് വിധേയമാകാത്ത യാതൊരു അറിവുമില്ല. അങ്ങനെ പരചിത്തത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഇന്നലെ അന്തർധാന സിദ്ധിയെക്കുറിച്ച് നമ്മൾ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് അടുത്ത സൂത്രം അന്തർധാന സിദ്ധിയെക്കുറിച്ചാണ്. അതിൽ ഞാൻ വൈകിട്ട് ഇവിടുന്ന് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സ്വാമി വടകരയിലെ ഒരു സാധകൻ്റെ വീട്ടിൽ ചെന്നിരുന്നു. തലേന്ന് അവർ താമസിച്ചു, പിറ്റേന്ന് വണ്ടി കയറിപ്പോയി. അപ്പോൾ പോകാൻ നേരത്ത് ഇദ്ദേഹം കുടുംബാംഗങ്ങളും ചേർന്നിട്ട് പിന്നെ വീട്ടിൽ വെച്ചൊരു ഫോട്ടോ എടുത്തിരുന്നു. മൊബൈലുള്ള കാലത്താണ് ഫോട്ടോ എടുത്ത്. അപ്പം നോക്കില്ലല്ലോ, സ്വാമി പോയി ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ സ്വാമി ഫോട്ടോയില്ല. ഇത് ഇങ്ങനെ എന്നോട് പറഞ്ഞതാണ്. അപ്പം ഞാനിത് പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ സ്വാമി ചോദിച്ചു, സ്വാമി ഇങ്ങനെ പറയണ്ടല്ലോ, അത് സത്യമാണോ എന്ന് ചോദിച്ചു. ചില കാര്യങ്ങൾക്കുണ്ട് സ്വാമി കണ്ണുറച്ചിട്ട് ഇങ്ങനെ ഒരു ചിരിക്കുന്ന രീതിയിൽ ആ ചിരി എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ബോധപൂർവം ചെയ്താണെന്ന അഭിപ്രായം എനിക്കല്ല. ഏതൊരവസ്ഥയിൽ ഈ സൂത്രത്തിൽ പറയുന്ന കാര്യം അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ശരീരത്തെ അതിൽ മനസ്സ് സംയമനം ചെയ്തു കഴിഞ്ഞാൽ കണ്ണുകളിലേക്ക് കടക്കുന്ന പ്രകാശം ഇല്ലാണ്ടാകും, സ്തംഭിക്കും. പിന്നെ സംഭവിക്കുന്നത് അന്തർധാനം ആണ്. അന്തർധാനമല്ല, സംഗതി എവിടെയുണ്ട്, നമ്മുടെ കണ്ണുകളിൽ നിന്നാണ് അന്തർധാനം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് അന്തർധാന സിദ്ധി എന്ന് തന്നെ പറയുന്നത്. ചൂടുതി കെട്ടിയിട്ട് എന്തൊരു സുഖമായിരുന്നുണ്ട്. പിന്നെ പറഞ്ഞത് പിന്നെ സോപക്രമം, നീർപക്രമം, അത് നമ്മളെ കർമ്മസഞ്ചയങ്ങളിലെ ശേഷിപ്പുകളെ പിന്നെ ഹേയം ദുഃഖം അനാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞത് വരാനുള്ള അത്തരം ഈ അരിഷ്ടതകൾ, ആ വിഷയങ്ങളിൽ സമയം ചെയ്തു കഴിഞ്ഞാൽ സ്വാമി ആയുർവേദത്തിൻ്റെ മരണലക്ഷണം പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മരണത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകും. പിന്നെ നല്ല നല്ല ശക്തിയുള്ള ഒരാളിൽ നമ്മളങ്ങോട്ട് സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ശക്തി വരും. നല്ല പാട്ടുകാരനെ തിരഞ്ഞെടുത്ത് അതിൽ സമയവും പൂർത്തിയായി പാടാൻ തുടങ്ങിയാൽ നമുക്കും ആ പാട്ടുകാരൻ്റെതാണ്. അപ്പോൾ ഇതിന് പിന്നെ ആധുനിക സൈക്കോളജിയിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് തള്ളാറുണ്ട്. അവർ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി രോഗമായിട്ടുണ്ട്, ഇല്ല ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ രോഗത്തെ യഥാർത്ഥമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ള എന്നൊരു പരിമിതി ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ബലേഷു ഹസ്തി ബലാധീന, ആനയെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ആനയ്ക്കുള്ളത്രയും ബലം ഉണ്ടാകുന്ന പറയുന്നത്. ഇപ്പം ചില അവധൂതന്മാരായിട്ട് അറിഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഇത്തരം കഴിവുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടുത്താൽ പൊങ്ങാത്ത കല്ലുകളൊക്കെ എടുത്തിട്ട് അനായാസം എറിയുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പിന്നെ പറഞ്ഞു കേട്ടത് സത്യമാണെങ്കിൽ അതൊരു മിത്തല്ല, യാഥാർത്ഥ്യമാണ്. ശാസ്ത്രമാണ്, സയൻസാണ്, ഊർജ ശാസ്ത്രം തന്നെയാണ്. ഇങ്ങനെ ഓരോരോ തസ്യ ഭൂമിഷു വിനിയോഗ എന്ന് ഇതിനു മുമ്പ് സൂത്രം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഈ സമയം നമ്മൾ അപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന അറിവുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറഞ്ഞു പോരാടിക്കുന്നതിനേക്കാൾ നല്ലത്
സ്വാമിയുടെ യോഗസൂത്ര പരിശീലനം ഉണ്ട് ഇവിടെ. അത് വാങ്ങിയിട്ട് വായിക്കുന്നവർക്ക് ഏറ്റവും നന്നാവും. എന്നാലും ചില കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിക്കാം. നമുക്ക് വളരെ ഉപയോഗപ്പെടുന്നതും വളരെ അനായാസമായിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതായിട്ടുള്ള ഒരു സമയത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. സ്വാമി അതിനെക്കുറിച്ച് മറ്റു പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സ്വാമിയുടെ അനുഭവമായിട്ട്. അത് കണ്ഠകൂപത്തിൽ സംയമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം ക്ഷുത് പിപാസ നിവൃത്തി. ക്ഷുത് എന്ന് പറഞ്ഞ വിശപ്പ്, പിപാസ ദാഹം, അതിന് പരിഹാരം ഉണ്ടാകും. അപ്പം ഈ ഭക്ഷണം കഴിക്കാതിരിക്കാനൊക്കെ പ്രയാസമുള്ള ആളുകൾക്ക് ഈ കാര്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഉപവാസവും ധ്യാനം മൗനവ്രതമൊക്കെ വരുമ്പോൾ ഇത് വളരെ ഈസിയായിട്ട് നടക്കുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ ബദ്ധനാണോ സിദ്ധനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശീലിക്കുന്നത് നല്ലതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് വേറൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഈ കണ്ഠകൂപത്തിൽ സംബന്ധിച്ച് അതിൻ്റെ ഫലമുണ്ടായാൽ പിന്നെ അത് നിർത്തിക്കളയണം. എനിക്ക് സർവഭൂത ജ്ഞാനമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകാതിരിക്കലാണ് നല്ലത്. അത് യോഗഭ്രഷ്ടിലേക്ക് നയിക്കാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ പുരുഷജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ജ്ഞാനവീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സംഗതി തന്നെയാണ്. ഇന്നലത്തെ നമ്മൾ പുരുഷനിൽ എങ്ങനെയാണ് ഭോഗം എത്തുന്നത്, അതിൽ മനസ്സിൻ്റെ പങ്ക് എന്നൊക്കെ ചെറുതായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത്രയും മതി, ബോറടിപ്പിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഈ ബുദ്ധിയുടെ പ്രത്യയത്തിൽ നിന്ന് വ്യത്യസ്തമായി പുരുഷനിൽ സംയമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുരുഷജ്ഞാനം ഉണ്ടാകും. അത് ഉണ്ടായേ പറ്റും. എങ്കിലേ കൈവല്യം എന്ന് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ പുരുഷജ്ഞാനം ഉണ്ടായുള്ള സ്ഥിതി എന്താണെന്നറിയാം. ഇന്ന് രാവിലെയും ബാബുചേട്ടൻ കുളിക്കാൻ നേരത്തെ ഒരു തമാശ പറഞ്ഞിരുന്നു. കുളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ബാബുചേട്ടൻ പറയാണ്, ഭൈരവാനന്ദ സ്വാമി ആഴ്ചയിൽ ഒന്നേ കുളിക്കാറുണ്ടായിരുന്നുള്ളൂ. ഭൈരവാനന്ദ സ്വാമി ആഴ്ചയിൽ ഒരു തവണയെ കുളിക്കാറുണ്ടായിരുന്നുള്ളൂ. ഭൈരവാനന്ദ സ്വാമിയുടെ പിന്നീടക്കാരിവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ രഹസ്യമാണ് ഈ സൂത്രത്തിൽ വെളിവാകുന്നത്. തഥ പ്രാതിഭ ശ്രാവണ വേദനാദർശ സ്വാദവാർത്ത ജായന്തേ. പുരുഷജ്ഞാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പ്രത്യേകം അപ്ലൈ ചെയ്യണ്ട. അത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് സുഗന്ധം ഉണ്ടാകും, ദിവ്യഗന്ധങ്ങളറിയും, ദിവ്യ ശബ്ദങ്ങളറിയും, ദിവ്യമായ പ്രതിഭയുണ്ടാകും, ദിവ്യമായ സ്പർശമുണ്ടാകും, ദൃഷ്ടി ഉണ്ടാകും. പുരുഷനെ നമ്മൾ വേർതിരിച്ച് അറിയേണ്ടത് സാധകൻ്റെ ഒരു ആവശ്യഘടകമാണ്. അത് നമ്മൾ അവഗണിക്കേണ്ട ഒരു സിദ്ധിയല്ല, അത് അനുഭവിച്ചറിയണം. ഈ ഇത്ര എത്തിയപ്പോൾ എന്തൊരു സുഖമാണല്ലേ. അതാരും പറഞ്ഞാൽ എന്താ അറിയോ, തേ സമാധാ ഉപസർഗാഹ യുദ്ധാനേ സിദ്ധയ. സൂക്ഷിക്കണം, സമാധി കിട്ടില്ല, കൈവിലം കിട്ടില്ല. നമ്മളിപ്പോൾ ഈ പെനിസിലിൻ എന്ന് പറയുന്ന മെഡിസിനെ കുറിച്ച് പറയാനുണ്ട്. പെനിസിലിൻ അതിൻ്റെ ആവശ്യമായ അളവിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അളവ് കഴിഞ്ഞാൽ അത് ആള് കാര്യമാവും. അതുകൊണ്ട് സിദ്ധികൾ എന്ന് പറയുമ്പോൾ അപ്പം പെനിസിലിൻ ഓർത്താൽ മതി. നമുക്കൊരു പോഷൻ അത് തരും. പിന്നെ പരശരീരാവശ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തിനാണ് വേറെ ശരീരത്തിൽ കാര്യമില്ല, കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഉദാനജയം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടക്കാനും കിടക്കാനും എല്ലാ അഭ്യാസങ്ങളും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ദിവ്യശ്രവണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഋതംബരം വേണ്ടതിന് ശേഷം ഡീറ്റെയിലായിട്ട് നോക്കിയാൽ മതി. അതുവരെ ഇതിൻ്റെ ഒരു സ്വാധ്യായത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം അറിഞ്ഞിരിക്കുക. ആകാശഗമനത്തെക്കുറിച്ചാണ് 42ാമത്തെ സൂത്രത്തിൽ പറയുന്നത്. ഇരുപത്തിനാലാമത്തെ വിഭൂതിയായിട്ടും നേരത്തെ വിദേഹസിദ്ധിയെക്കുറിച്ച് ആരോ പറഞ്ഞിരുന്നു. മോശമാണ്. മഹാവിദേഹ സിദ്ധിയെക്കുറിച്ചാണ്
43-ാമത്തെ സൂത്രത്തിൽ പറയുന്നത്. ഞാൻ പറയുന്നതിൽ കേട്ടായിക്കണ്ടോ? ഞാൻ അറിയാതെ ഇരുന്ന് അകന്നു പോകുന്നുണ്ട്. അതാണ് അറിയാതെ അകന്നു പോകുന്നത്. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ അതെ, അപ്പോൾ ഇങ്ങനെ വളഞ്ഞു നോക്കുമ്പോൾ അറിയാണ്ട് പഴയ അവസ്ഥയിലേക്ക് പോകും. ഈ മഹാവിദേഹസിദ്ധി എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഇന്നലെ പ്രാണായാമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പ്രാണന്റെ സ്തംഭം ബാഹ്യം ആഭ്യന്തരം. ബാഹ്യ വേറെ പ്രാണായാമമെന്നും ആഭ്യന്തരം വേറെ, അങ്ങനെയല്ല. പ്രാണൻ സ്തംഭിക്കുന്നത് ശരീരത്തിന് പുറത്തും ശരീരത്തിനകത്തും. അതിന്നലെ എന്നോട് ഇത് കണ്ടപ്പോൾ അത് ഇന്നലെ പറയാൻ വിട്ടുപോയെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അതേപോലെ മനസ്സിൻ്റെ അവസ്ഥ, മനസ്സ് എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. ഈ അവസ്ഥ നമ്മൾ സ്ഥൂല ശരീരം വിട്ട് പുറത്ത് ചെല്ലുന്ന ഒരു ഘട്ടമുണ്ടാകും. ശരീരത്തിന് പുറത്ത് മനസ്സ്. ആ അവസ്ഥയാണ് മഹാവിദേഹസിദ്ധി എന്ന് പറയുന്നത്. സമ്പജ്ഞാന സമാധി അഭ്യസിച്ച് മരിച്ചുപോയവൻ ജനിച്ചു വന്നാൽ വിദേഹം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മഹാവിദേഹസിദ്ധിയാണ്. ഇനി പറയുന്ന സൂത്രത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രയോജനം പെട്ടെന്ന് വരില്ലെങ്കിലും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. പഞ്ചഭൂതങ്ങളെ എങ്ങനെ ജയിക്കാം, അതിനുള്ള വിധിയാണ് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്ഥൂല രൂപത്തിൽ, സ്ഥൂലതയിൽ, സ്ഥൂലത എന്ന് പറയുമ്പം നമുക്ക് ഈ പുസ്തകത്തെ നമുക്ക് ഇങ്ങനെ കയ്യിൽ കിട്ടുമല്ലോ. ഈ അനുഭവത്തെയാണ് സ്ഥൂലത എന്ന് പറയുന്നത്. പിന്നെ സ്വരൂപം എന്ന് പറഞ്ഞാൽ രൂപം തന്നെ, ആകൃതി. പിന്നെ ഇതിൻ്റെ സൂക്ഷ്മാവസ്ഥ. ഈ 3 വ്യത്യസ്തമായ ഘടകങ്ങളിൽ സമയം സാധിച്ചു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ ജയിക്കാൻ സാധിക്കും. ഈ അവസ്ഥയിലാണ് നമുക്ക് അഷ്ടൈശ്വര്യ സിദ്ധികൾ ഉണ്ടാകുന്നത്. അണിമ, ഗരിമ, ലഘിമ, മഹിമ. എല്ലാവർക്കും അറിയാലല്ലേ? റിപ്പീറ്റ് ബോറടിപ്പിക്കണ്ടല്ലോ. പിന്നെ 4 വേറെയുണ്ട്. അണിമ, മഹിമ, ലഘിമ, പ്രാപ്തി എന്നിവ പഞ്ചഭൂത സ്ഥൂലങ്ങളിൽ സംയമനം ചെയ്താൽ സിദ്ധിക്കും. പിന്നെ പ്രാധാന്യം, ഈശത്വം, ഇങ്ങനെയുള്ള സിദ്ധികളെ കൂടി ആണ് 8 വരുന്നത്. അപ്പോൾ ഈ അഷ്ടൈശ്വര്യ സിദ്ധികളുണ്ടാകുമ്പം നമുക്ക് നമ്മുടെ ശരീരത്തെ, ഇന്നലെ അതും ചർച്ചയ്ക്ക് വന്നു, നമ്മുടെ ശരീരത്തെ ഇഷ്ടം പോലെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. അപ്പോൾ ഹനുമാൻ അത് ചെയ്തു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് ഹനുമാൻ യോഗത്തിൻ്റെ പ്രതീകമാണ്, യോഗിയുടെ പ്രതീകമാണ്. അദ്ദേഹം തന്നെ അണിമാതിസിദ്ധികൾ പ്രയോഗിച്ചു എന്ന് തന്നെയാണ്. ശിവാനന്ദ പരമശിവത്തെക്കുറിച്ച് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. സത്യമാകാൻ വെറും കഥയാണ്. അദ്ദേഹം ഒരു കുഗ്രാമത്തിലാണ്ട് ഇരിക്കുമ്പോൾ സഹായത്തിന് ഏതൊരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ശിഷ്യന്മാരിലാരോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കിഴവനും 2 സുന്ദരി കുട്ടികളും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് 2 കാട്ടാളന്മാർ അങ്ങോട്ട് പോയി. ഇവരെ കടന്നു വരുമ്പോഴേക്ക് തന്നെ സ്വാമിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ വന്ന് ഇരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ അവശത പോലൊക്കെ പ്രകടിപ്പിച്ചിട്ട് ഈ വന്ന ആളുകളോട് പറഞ്ഞു, മക്കളെ എനിക്ക് അകത്ത് കൊണ്ടുപോകുന്നു, തീരെ നടക്കാൻ വയ്യ, ഒന്നെടുത്ത് എന്നെ അകത്ത് വെച്ചിരുന്നു. ഈ കലന്മാരായിട്ടുള്ള 2 കാട്ടകങ്ങളിൽ നിന്ന് വന്ന് എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും സ്വാമിയെ ഒരുമിച്ച് പോക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവർ വേർത്ത് കുഴിച്ചിങ്ങനെ നിൽക്കുമ്പം അകത്തുനിന്ന് മറ്റേ കുട്ടികളെ വിളിച്ചു, ശിഷ്യന്മാരെ. അപ്പോഴേക്കും ഈ ഭാരം വർദ്ധിപ്പിക്കുന്ന അവസ്ഥ പോയിരിക്കണം. മക്കളെ ഒന്ന് എന്നെ എടുത്ത് അകത്തേക്ക് വെച്ചേക്കെന്ന് പറഞ്ഞു. ഇവന് ഈ വിവരങ്ങളൊന്നും അറിയില്ല. ഈ സ്റ്റേജ് എടുത്ത് അകത്ത് വെച്ചു. ഇത് കാണലും വന്ന ആളുകൾ സ്ഥലം കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ കുറേ കഥകൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ഫാൻറ്റസി ആയിട്ട് കൊണ്ടു നടക്കാം, ഒരു ശാസ്ത്രീയമായ അവസ്ഥയായിട്ട് കൊണ്ടു നടക്കാം.
അപ്പോൾ പഞ്ചഭൂത സിദ്ധിയുടെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ള വിഷയമുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. പ്രാപഞ്ചിക വിജ്ഞാനം നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തിലും സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള ശരീരത്തിലുള്ള ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഈ അസംബ്ലി, ഈ ബന്ധനങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അസംബിൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചും ആദ്യം പറഞ്ഞിരിക്കുന്നു. പ്രകാശക്രിയ, സ്ഥിതിശീലം, ഭൂതേന്ദ്രിയാത്മകൻ എന്ന് പറഞ്ഞു. പിന്നെ ലിംഗ എന്ന് പറഞ്ഞ് വേറെ തൊട്ടപ്പുറകിൽ വേറെ സൂത്രമുണ്ട്. അതിൻ്റെ ശാന്തിദർശനത്തിൻ്റെ സൃഷ്ടി രഹസ്യം വന്നു കഴിഞ്ഞു. അപ്പം പരിണാമമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, നാശമല്ല, പരിണാമമാണ്. ഒരുപക്ഷെ ഈ പരിണാമത്തിൻ്റെ മർമ്മം അറിയാത്തത് കൊണ്ടായിരിക്കാം കണ്ണഞ്ചി പോയ വേദാന്തികൾ ഇതിനെ മായ എന്ന് വിളിച്ചത്. അവരോട് നമുക്ക് സഹതപിക്കലേ നിവൃത്തിയുള്ളൂ. എങ്ങനെയാണോ മൂലപ്രകൃതിയിൽ നിന്ന് ഗുണത്രയങ്ങളും ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായത്, അതിന് പ്രേരകമായിട്ടുള്ള ഒരു ശക്തി മൂലപ്രകൃതിയിലുണ്ട്. ഈ ഭൂതലയ സിദ്ധിയോടുകൂടി യോഗി അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമാധി, ധർമ്മമേഖ സമാധി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ഥൂല ശരീരത്തെ കൂടി അങ്ങോട്ട് എരിച്ചു കളയണം എന്ന് തോന്നിയാണ് ഈ ഭൂതശുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ വിപരീത പരിണാമത്തിലേക്ക് കൊണ്ടുപോവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യാം എന്നാണ് ഈ സൂത്രത്തിൻ്റെയും യോഗസൂത്രത്തിൻ്റെയും മൊത്തത്തിലുള്ള സന്ദേശത്തിനും നമ്മൾ അനുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഭൂതലയസിദ്ധി എപ്പോഴും കൂടെ കൊണ്ടുകൊടുക്കാൻ നല്ലതാണ്, ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഇത്രയും പറഞ്ഞിട്ട് 21ാമത് വിഭൂതി പറഞ്ഞിരിക്കുന്നത് കൈവല്യത്തെയാണ്. ഇത്രയും പറഞ്ഞ് നമ്മുടെ മനസ്സ് പതറിപ്പോണ്ട എന്ന് ആദ്യം ചിന്തിച്ചു കാണും. പ്രധാനപ്പെട്ട സൂത്രമാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വൈരാഗ്യം വന്നാൽ മാത്രമേ കൈവല്യം കിട്ടൂ. തത് വൈരാഗ്യാത് അപി ദോഷബീജക്ഷയേ. അതിനോട് വൈരാഗ്യം വന്നാൽ, സിദ്ധികളോട് വൈരാഗ്യം വന്നാൽ മാത്രമേ ദോഷകരമായ ബീജങ്ങൾക്ക് നാശമുണ്ടാവുകയുള്ളൂ. അങ്ങനെ ദോഷകരമായ ബീജങ്ങൾ നശിച്ചാൽ മാത്രമേ കൈവല്യം കിട്ടുകയുള്ളൂ. തദ് വൈരാഗ്യാദപി, ഇത് ബൈഹാട്ട് പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന നല്ലതാണ്. തദ് വൈരാഗ്യാദപി ദോഷബീജക്ഷയേ കൈവല്യം. അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ മനസ്സ് നമ്മൾ ബദ്ധനല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് സിദ്ധികൾ വരുന്നത്. സിദ്ധികൾ പ്രയോഗിക്കുമ്പം നമ്മുടെ ഉള്ളിൽ കൂടുതൽ വാസനകൾ ഉണ്ടാകും, സംസ്കാരം ഉണ്ടാവും, അതിൻ്റെ ബീജങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ബീജങ്ങൾ, സംസ്കാരങ്ങൾ വീണ്ടും കൈവല്യത്തിന് തടസ്സം വരുന്നു. അതുകൊണ്ട് ഇതെല്ലാം ബോധ്യപ്പെട്ട് ചുരുങ്ങിയ പക്ഷം കണ്ടപൂർവ സമയം നടത്തി ബോധ്യപ്പെട്ട് ഇത് ദോഷബീജങ്ങൾ ഉണ്ടാകുമെന്നും ആ ദോഷബീജങ്ങൾ പരമലക്ഷ്യമായ മുക്തിക്ക് തടസ്സമാണെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് താൻ ബദ്ധനല്ല സിദ്ധനാണ് എന്ന് സ്വയം മനസ്സിലാക്കി യോഗി കൈവല്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നതാണ് ഈ സൂത്രത്തിൻ്റെ സാരം. തദ് വൈരാഗ്യാദപി ദോഷബീജക്ഷയ കൈവല്യം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൂത്രത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ രസമുണ്ട്. അടുത്ത സൂത്രം പറഞ്ഞാൽ എന്താ അറിയാം, നമ്മുടെ നാട്ടിലിങ്ങനെ സിദ്ധനുണ്ട് എന്ന് മനസ്സിലായ ആളുകൾ പോകും. സ്വാമി രാമയുടെ ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഹിമാലയത്തിൽ ഇങ്ങനെ നടക്കുന്ന സന്യാസികൾക്ക് അവിടുത്തെ കാലാവസ്ഥ ദുഷ്കരമാകുമ്പം അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ വന്ന് താമസിക്കാൻ വേണ്ടി വള്ളിക്കുടിലുകൾ ഒരുക്കി വയ്ക്കും. അങ്ങനെ പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്ന് അവരിറങ്ങി
ഗ്രാമത്തിലെത്തിയാൽ ഗ്രാമവാസികൾക്ക് ഭയങ്കര സന്തോഷവും ആഘോഷമാണ്, ആടി പാടി തിമിർക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായിക്കഴിഞ്ഞാൽ അത് തിരിച്ചു പോകും. ഇങ്ങനൊരു രീതിയുണ്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ, ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ. ഒരിക്കലും ഇത്തരം ഗ്രാമങ്ങളിൽ ഒന്നിൽ ജീവിച്ചിരുന്ന ഒരു അലക്കുകാരനുണ്ടായിരുന്നു. അയാൾക്ക് വേറെ ബന്ധുക്കളാരും ഉണ്ടായിരുന്നില്ല. അയാളും ഒരു കഴുതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊന്നും ഓർമ്മയേ ഉള്ളൂ, പെട്ടെന്ന് നിർത്താം. ഈ കഴുത എന്തിനാ വെച്ചാൽ അലക്കാനും അലക്കിയിട്ടുമുള്ള വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇയാളുടെ ലോകത്തിൽ അലക്ക് കഴുത ഇയാൾ കഴിക്കുന്ന ഭക്ഷണം 4 കിടക്കുന്നുണ്ട്. വേറെ ആരുമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അങ്ങനെ ഒരിക്കലും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ കഴുത കെട്ടുപൊട്ടിച്ച് എങ്ങോട്ടോ പോയി. കഴുതയെ തിരഞ്ഞ് ഇയാളിങ്ങനെ കുറേ നടന്നു. ദുഃഖം നിങ്ങൾക്ക് സഹിക്കാനേ പറ്റില്ല. കുറേ കഴുത അന്വേഷിച്ച് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഇങ്ങനെന്ത് ചോദിച്ചാൽ, ഇങ്ങനെ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ സന്യാസിമാർക്ക് ഇരിക്കാനുള്ള വള്ളിക്കുള്ളിൽ കയറിയപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഇരുന്നെടുത്ത് ഉറങ്ങി. ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം വളരെ വിവരമായിരുന്നു. ഇങ്ങനെ കഴുത പോയിട്ട് അഗാധമായ ദുഃഖത്തിൽ സമാധി അവസ്ഥയിലും പോയിട്ടുള്ള സത്യത്തിൽ വേറെ ഒന്നും അറിയുന്നില്ല. വികല്പങ്ങളും വിപരീയങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ല. മനസ്സത്ര ഏകാഗ്രമാണ്. അപ്പോൾ ഈ സന്തോഷത്തിൽ ആളുകൾ വിളക്കും പൂജയും അക്ഷരങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ആട്ടവും പാട്ടവും കൊട്ടും ഒക്കെ നടത്തി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഏതൊരവസ്ഥയിൽ ഇങ്ങേക്ക് സമാധി ഭ്രംശം വന്നു. അപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ചുറ്റുവട്ടത്ത് കുറേ ആളുകൾ ഭയങ്കര ആഘോഷത്തിനുറപ്പിലാണല്ലോ. അപ്പോൾ എൻ്റെ കഴുതയെ കിട്ടിയിട്ടുണ്ടാവുന്നു. അങ്ങനെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളെ വിളിച്ചിട്ട് ഈ ആൾക്കാർ ചോദിച്ചു, എൻ്റെ കഴുതയെ കിട്ടിയോ? ഇതാണ് സാമാന്യ ജനത്തിന് സിദ്ധന്മാരോടുള്ള മനോഭാവം. അപ്പം ഇത് അവർ പരമാവധി ദുരുപയോഗം ചെയ്യും. ആചാര്യൻ അത് കൃത്യമായിട്ട് മനസ്സിൽ വന്നു. അടുത്ത സൂത്രം അതിനു വേണ്ടിയാണ് നിയോഗിച്ച് വെച്ചിട്ടുള്ളത്. സമാനമായ ഇത് ഒരു അനിക്ഡോട്ട് കെട്ടുകഥയാണ്, ഒരു ചരിത്ര കഥ ഞാൻ പറയാം. അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അദ്ദേഹം സർവമതത്തിൻ്റെയൊക്കെ ആളെന്നാണ് പറയുന്നത്. അത് ശരിയല്ലെന്നും ആണെന്നും അഭിപ്രായ വ്യത്യാസങ്ങളുടെ നമ്മുടെ വിഷയമില്ല. എന്തായാലും അദ്ദേഹം പലതരം ആത്മീയ പുരുഷന്മാരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന രീതിയുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും ഒരു യോഗിയെ അദ്ദേഹം ക്ഷണിച്ചു വരുത്തി. അപ്പോൾ അവിടുത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് കാണാൻ വരുന്ന ആളുകളെല്ലാം സദസ്സിൽ വന്നിരുന്നതിന് ശേഷം മാത്രമേ ചക്രവർത്തി എഴുന്നള്ളൂ. ചക്രവർത്തി എഴുന്നള്ളുമ്പം ഇദ്ദേഹത്തിൻ്റെ മഹിമ സ്തുതിപാഠകന്മാർ 4 ദിക്കുകളിലും പ്രകമ്പനം കൊള്ളുന്ന രീതിയിൽ പാടിപ്പുകഴ്ത്തു. മഹാനായ ചക്രവർത്തി ഇതാ വരുന്നേ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ചക്രവർത്തി ഇരിക്കും, ബാക്കിയുള്ള ആളുകൾ ഇരിക്കും. അങ്ങനെ രാജസദസ്സ് എല്ലാം കഴിഞ്ഞ് പിരിയാൻ നേരത്ത് അക്ബർ ഈ യോഗിയുടെ അടുത്ത് വന്നു, അങ്ങ് ദയവ് ചെയ്ത് എൻ്റെ പൂജാമുറി വരെ ഒന്ന് വരണം. ഇതെങ്ങനെ വരാം? പ്രാർത്ഥന മുറി വരെ വരണം. അങ്ങനെ രണ്ടാളും പ്രാർത്ഥന മുറി പോയി. അവിടെ എത്തിയിട്ടില്ല. അക്ബർ പ്രാർത്ഥന തുടങ്ങി. ഇങ്ങനെ ഇന്ത്യ എന്ന വലിയ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയാണ്. അവിടെ നിന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ധനധാന്യങ്ങൾ തരണമെന്ന്, എൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി വർദ്ധിപ്പിക്കണമെന്ന്, ആനകളെ തരണമെന്ന്, കുതിരകളെ തരണമെന്ന്. ഇതിന് ഇങ്ങനെ സഹായം വേണം, യോഗിയുടെ സഹായം വേണം, അതാണ് ഉദ്ദേശം. ഇത് മനസ്സിലായി ഇങ്ങനെ ചാടി എഴുന്നേറ്റപ്പം ചക്രവർത്തി കടന്നു പോകരുത്. അപ്പോൾ യോഗി മുഖത്ത് നോക്കി എന്ന് പോലെ ആട്ടി വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കരുതിയത് ഞാൻ ഈ ചക്രവർത്തിയുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്നാണ്, നിങ്ങളൊരു ഇരപ്പാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇരപ്പാളികളാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അത്തരം ആളുകൾ യോഗി സിദ്ധനായി കഴിഞ്ഞാൽ നമ്മളെ ദുരുപയോഗപ്പെടുത്താനും വരും. അതിൽ വീണു പോകരുത്. നമ്മളെ വീക്ക്നെസ് എന്താണോ, ഇപ്പം
നമ്മൾ യോഗിയായിട്ടേ ഉള്ളൂ. ജ്ഞാനത്തിൻ്റെ വഴി കുറേ കിടക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുറേ ദോഷങ്ങളും ദോഷബീജങ്ങളും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് നമുക്കുണ്ടാകും. ഇത് മനസ്സിലാക്കിയിട്ട് ഈ അരപ്പാളികൾ നമ്മളെ വീണ്ടും പിടിച്ചു കൊടുക്കും. അതിൽ പൊട്ടുപോകരുത് എന്ന് ആചാര്യൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സൂത്രം എങ്ങനെയാണ്? സ്ഥാനി ഉപനിമന്ത്രണേ സംഘസ്മയ അകരണം പുനരനിഷ്ടപ്രസംഗാത് എന്നാണ്. അതുകൊണ്ട് സ്ഥലത്തുള്ള സ്ഥാനികൾ യോഗങ്ങളിൽ ഒന്നായി ചേർത്ത് നമുക്ക് യോഗസൂത്രത്തിൽ ഒരു മാറ്റം കൂടി വരുത്തണം. അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ പറയുന്നത് ഈ ക്ഷണത്തിൽ സമയം ചെയ്യുന്ന വിവേകജ്ഞാനം ഉണ്ടാകുന്ന അത് നമുക്ക് ആവശ്യമായ ഒരു സംഗതിയാണ്. ക്ഷണം എന്ന് പറയുന്നത് കാലത്തിൻ്റെ സമയത്തിൻ്റെ ഏറ്റവും ചെറിയ മാത്ര. ആ ചെറിയ മാത്ര ഒന്ന് വന്ന് കൊഴിഞ്ഞുപോയി, അടുത്ത മാത്ര വരുന്നു, അതും കൊഴിഞ്ഞു പോകുന്നു. ഇങ്ങനെ ഈ പ്രക്രിയയിൽ സമയം ചെയ്ത് സിദ്ധനായാൽ വിവേകജം ജ്ഞാനം, വിവേകത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് ഉണ്ടാകും. അതും നമ്മുടെ പ്രകൃതി പുരുഷ വിവേകമായിട്ട് ബന്ധപ്പെട്ടതാണ്. സിദ്ധികളുടെ മായാവലയത്തിൽ നിന്ന് സാധകനെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ബോധമാണത്. അതുകൊണ്ട് സിദ്ധിയിൽ വല്ലാതെ അഭിരമിച്ച് മനസ്സ് നിയന്ത്രണാതീതമാകുമ്പോൾ ഈ ക്ഷണത്തിൽ കാലത്തിൻ്റെ ഏറ്റവും ചെറിയ മാത്രമായിട്ടുള്ള ക്ഷണത്തിൽ സംയമിച്ചു തുടങ്ങിയാൽ നമുക്ക് അതിൽ നിന്ന് വിവേകം ഉണ്ടാകുകയും വിവേകത്തിൽ നിന്ന് അറിവ് കൈവല്യത്തിലേക്ക് പോകാനുള്ള ആ പ്രേരണ അത് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ വിവേകജ്ഞാനം വന്നാൽ പിന്നെ ജാതിമത ഭേദങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരെയും സമന്മാരായിട്ട് കാണാൻ സാധിക്കും. പണ്ഡിതൻ വന്നാലും പാമരൻ വന്നാലും ധനികൻ വന്നാലും ദരിദ്രൻ വന്നാലും ഇദ്ദേഹത്തിന് തുല്യമായിരിക്കും. കല്ല് കണ്ടാലും സ്വർണം കണ്ടാലും ഗീതയിൽ പറയുന്നത് സമരോഷ്ടാത്മകാഞ്ചന എന്നാണ്. 12-ാം അധ്യായത്തിൽ 13 മുതൽ 6 മന്ത്രങ്ങൾ എന്നെടുത്തു നോക്കിയാൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കും. പിന്നെ താരകങ്ങൾ സമയം ചെയ്യുന്നത് പറയുന്നുണ്ട്. എന്നിട്ട് വിഭൂതിവാദം അവസാനിപ്പിക്കുന്നത് വീണ്ടും കൈവല്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. സത്വപുരുഷയോഹോ ശുദ്ധി സാമ്യേ കൈവല്യം ഇതി. ബുദ്ധി അല്ലെങ്കിൽ പുരുഷൻ, ഇത് രണ്ടിൻ്റെയും ശുദ്ധിയും സാമ്യവും ഉണ്ടാകുമ്പോൾ കൈവല്യം ഉണ്ടാകും. അതിൽ ചർച്ചയുടെ ഭാഗമായിട്ട് പറയുകയാണ്, യോഗസൂത്ര പരിശീലനത്തിൽ ഈ വിഭൂതിഭാഗത്തിൻ്റെ അവസാനത്തെ സൂചനകൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് വിളിച്ചു ചോദിച്ചാൽ മതി. അതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്നൊരു തീരുമാനം ഓരോരുത്തർക്ക് എടുക്കാം. ഇത്രയാണ് വിഭൂതിവാദം കൊണ്ട് ആചാര്യൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാം സമയസിദ്ധരായി പക്ഷിമൃഗാദികളുടെ ഭാഷ മനസ്സിലാക്കി അവരോട് സല്ലപിച്ച് പഞ്ചഭൂതങ്ങളെ കീഴടക്കി വിവേകജ്ഞാനം നേടി കൈവല്യത്തിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള സൈദ്ധാന്തികമായ അറിവ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനിയാണ് കൈവല്യത്തെക്കുറിച്ച് 4-ാം സൂത്രത്തിൽ പറയുന്നത്. ഈ കാലത്തിൽ ഉള്ള വിഷയം ഇവിടെ അവസാനിക്കുകയാണ്.